അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന യൂണിറ്റ് ഏതാടാ? യൂണിറ്റ് ഫോർ കണ്ടിൻജന്റ് അസറ്റ്സ് ആൻഡ് കണ്ടിൻജന്റ് ലയബിലിറ്റീസ്. കണ്ടിൻജന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ അതെന്തല്ല, ഇപ്പൊ പോസിബിൾ ആണിത്, അല്ലാണ്ട് എന്തല്ല പ്രസന്റ് ഒബ്ലിഗേഷനും അല്ല, പ്രസന്റ് എന്തല്ല അസറ്റും അല്ല. ഇപ്പൊ പ്രസന്റ്ലി നമുക്ക് എന്തില്ല, അസറ്റും ഇല്ല, ലൈബിലിറ്റി ഇല്ല, ഒബ്ലിഗേഷൻ ഒന്നും ഇല്ല. പക്ഷെ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഒരു അസറ്റ് ആവാൻ സാധ്യതയുള്ള സാധനം, അതിനാണ് കണ്ടിൻജന്റ് അസറ്റ് എന്ന് പറയുന്നത്. കണ്ടിൻജന്റ് ലൈബിലിറ്റി എന്ന് പറയുന്നത് എന്താ? ഇപ്പൊ നമുക്കില്ല, പക്ഷെ ഒരു സാധ്യതയുണ്ട്, അതൊരു ലൈബിലിറ്റി അറൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് ആൻ അൺസർട്ടൻ ഫ്യൂച്ചർ ഇവന്റ്, അല്ലെങ്കിൽ ഒക്കറൻസ് ഓർ നോൺ ഒക്കറൻസ് ഓഫ് ആൻ അൺസർട്ടൻ ഫ്യൂച്ചർ ഇവന്റ്. ഇത് കാരണം എന്താവാൻ ചാൻസ് ഉണ്ട്? ഫ്യൂച്ചർ ഔട്ട്ഫ്ലോ, ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവാനോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാവാനോ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടിൻജന്റ് അസറ്റ് അല്ലെങ്കിൽ കണ്ടിൻജന്റ് ലൈബിലിറ്റി എന്ന് പറയുന്നത്. കണ്ടിൻജന്റ് അസറ്റ് നമ്മൾ അക്കൗണ്ട്സിൽ കാണിക്കാൻ പാടുമോ? ഒരിക്കലും പാടില്ല. കാരണം എന്താ? പ്രൂഡൻസ് കൺസെപ്റ്റ് പ്രകാരം നമ്മൾ എന്താ പറഞ്ഞേക്കണേ? വരാൻ സാധ്യതയുള്ള ലാഭങ്ങളൊന്നും കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി കണ്ടിൻജന്റ് ലൈബിലിറ്റി ആണെന്ന് വിചാരിക്കും, എന്നാലും നമ്മൾ കാണിക്കില്ല. എന്തുകൊണ്ടാണ് കാണിക്കാത്തത്? നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കില്ല, കാരണം നമുക്കിത് കറക്റ്റ് എമൗണ്ട് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ബാലൻസ് ഷീറ്റിൽ കാണിക്കില്ല. പക്ഷേ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ കാണിക്കും. ഇതാണ് നമ്മൾ കണ്ടിൻജന്റ് അസറ്റിന്റെയും കണ്ടിൻജന്റ് ലൈബിലിറ്റിയുടെ ഒരു പ്രത്യേകത. ഇനി കണ്ടിൻജന്റ് ലൈബിലിറ്റി മാത്രം വേറൊരു അഡീഷണൽ കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെയുള്ളത് പോസിബിൾ അസറ്റ് അല്ലെങ്കിൽ പോസിബിൾ ഒബ്ലിഗേഷൻ എന്നല്ല പറഞ്ഞത്. പക്ഷെ പ്രസന്റ് ഒബ്ലിഗേഷനും കണ്ടിൻജന്റ് ലൈബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന രണ്ട് സിറ്റുവേഷൻ ഉണ്ട്. ഒന്നാമത്തെ സിറ്റുവേഷൻ, അതായത് പ്രസന്റ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്തിനാ? ഒന്നുകിൽ ലയബിലിറ്റി അല്ലെങ്കിൽ പ്രൊവിഷൻ. ഈ രണ്ട് കാര്യങ്ങളായിരിക്കും എന്താ പ്രസന്റ്ലി ഒബ്ലിഗേഷൻ എന്ന് പറയണല്ലോ. ലയബിലിറ്റിയും പ്രൊവിഷനും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും പഠിക്കാനുണ്ട് കേട്ടോ. ലയബിലിറ്റിയും പ്രൊവിഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കറക്റ്റ് ഒരു ഫിഗർ ഉണ്ടോ, ക്രിസ്റ്റലൈസ്ഡ് ആണ്. 1 ലക്ഷം 1.5 ലക്ഷം എന്ന് പറഞ്ഞൊരു ഫിഗർ കറക്റ്റ് നമുക്ക് അറിയണ്ടോ. പക്ഷെ ഇതെന്തുണ്ടാവില്ല, പ്രൊവിഷനിൽ നമുക്ക് എത്രയാണ് എമൗണ്ട് അറിയില്ല. ഒരു 5% ഓഫ് ഡെറ്റേഴ്സ് അല്ലെങ്കിൽ 10% ഓഫ് ഡെറ്റേഴ്സ്, അങ്ങനെയാണ് നമ്മൾ എടുക്കുക. രണ്ടും പ്രസന്റ് ഒബ്ലിഗേഷൻ തന്നെയാണ്, രണ്ടിനും ക്യാഷ് ഔട്ട്ഫ്ലോ ഉള്ള സാധ്യതയുണ്ട്. പക്ഷെ പ്രൊവിഷനിൽ നമുക്ക് കറക്റ്റ് ഫിഗർ എത്രയെന്ന് പറയാൻ പറ്റില്ല, ലയബിലിറ്റിയിൽ കറക്റ്റ് ഫിഗർ എത്രയെന്ന് പറയാൻ പറ്റും. ഇതാണ് അതിന് രണ്ട് തമ്മിലുള്ള വ്യത്യാസം. പ്രൊവിഷനും കണ്ടിൻജന്റ് ലയബിലിറ്റി തമ്മിൽ വരുന്ന വ്യത്യാസം എന്താണ്? പ്രൊവിഷനിൽ പ്രസന്റ് ഒബ്ലിഗേഷൻ ആണ്, അത് പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. കണ്ടിൻജന്റ് ലയബിലിറ്റിയിൽ പോസിബിൾ ഒബ്ലിഗേഷൻ ആണ് പോകുന്നുള്ള കാര്യം ഉറപ്പല്ല. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ചില പ്രസന്റ് ഒബ്ലിഗേഷൻ നമ്മൾ എന്തായിട്ട് കാണിക്കും? കണ്ടിൻജന്റ് ലയബിലിറ്റി ആയിട്ട് കാണിക്കും. അത് ഏതാണ് ആ സാഹചര്യം? ഒന്നാം സാഹചര്യം, കാശ് പോകുന്നുള്ള കാര്യം ഉറപ്പില്ല. പ്രസന്റ് ഒബ്ലിഗേഷൻ ഉണ്ട്, പക്ഷെ കാശ് പോകുന്നുള്ള കാര്യം എന്തില്ല, ഉറപ്പില്ല. അതായത് നിഹാലിന് ഞാൻ ചീത്ത പറഞ്ഞു, അപ്പൊ അതിനെ കേസ് നിഹാൽ എനിക്കെതിരെ കേസ് കൊടുത്തു. എന്റെ കയ്യിൽ നിന്ന് കാശ് പോണില്ല എന്ന് വിചാരിക്കും. കാശ് പോണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അതിന് കണ്ടിൻജന്റ് ലയബിലിറ്റിനോ കണ്ടിൻജന്റ് അസറ്റിനോ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോ അതിന് നമ്മൾ അത് ശരിക്കും അതൊരു പ്രസന്റ് ഒബ്ലിഗേഷൻ പ്രൊവിഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. പക്ഷെ അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? കണ്ടിൻജന്റ് ലയബിലിറ്റി ആയിട്ട് വേണമെങ്കിൽ എഴുതി വെക്കാം. ചുമ്മാ നോട്ട്സിൽ എഴുതി വെക്കാം, ഇങ്ങനെ ഒരു കേസ് ഉണ്ട്, നമ്മൾ തോൽക്കാനാണ് സാധ്യത എന്ന് വേണമെങ്കിൽ ചുമ്മാ ഒന്ന് എഴുതി വെക്കാം, അറിവിലേക്കായിട്ട് എഴുതി വെക്കാം. ഇനി അതല്ലെങ്കിൽ അടുത്ത സാഹചര്യം എന്താ? നമുക്ക് എമൗണ്ട് റിലയബിളി എസ്റ്റിമേറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ലേ. പ്രൊവിഷനിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തില്ലേ, 5%, 8%, 10% എന്നൊക്കെ. അതുപോലെ ഇവിടെ എസ്റ്റിമേഷനേ പറ്റുന്നില്ലേ. ഹൈ എസ്റ്റിമേഷൻ അൺസർട്ടൈനിറ്റി ഉള്ളത്. എത്രയാണ് പറയണേ? ചിലപ്പോൾ 1 രൂപ പോവാം, ചിലപ്പോൾ 1.5 ലക്ഷം രൂപ പോവാം. അങ്ങനെ നമുക്ക് എവിടം വരെ പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു ധാരണയും പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ ഈ കണ്ടിൻജന്റ് ലയബിലിറ്റിനെ പ്രൊവിഷനെ ട്രീറ്റ് ചെയ്യും. ഇത്ര ഉള്ള ഈ പാഠം, ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ക്ലിയർ ആണ്? എങ്ങനെയാണ് ട്രീറ്റ്മെന്റ്, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് രണ്ടും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കില്ല, എവിടെയും കാണിക്കുള്ളൂ, നോട്ട്സ് ടു അക്കൗണ്ട്സിലാണ് കാണിക്കുള്ളൂ. ക്ലിയർ അല്ലേ? വായിച്ചു പോയല്ലോ. കണ്ടിൻജന്റ് അസറ്റ് രണ്ടിന്റെ ഡെഫിനേഷൻ പഠിക്കണേ, നിർബന്ധമാണ്. എ പോസിബിൾ അസറ്റ് അറൈസസ് ഫ്രം പാസ്റ്റ് ഇവന്റ്സ് ആൻഡ് ദ എക്സിസ്റ്റൻസ് വിൽ ബി കൺഫേംഡ് ഓൺലി ആഫ്റ്റർ occurrence or non-occurrence of one or more uncertain future events. Contingent liability or possible obligation തന്നെ arising from past events and may arise in future depending on the occurrence or non-occurrence of one or more future events. Accounting treatment എങ്ങനെയാണ്? പ്രൂഡൻസ് കാരണം എന്ത് ചെയ്യണ്ട? ഷുഡ് നോട്ട് ബി റെക്കഗ്നൈസ്ഡ് ആസ് എ കണ്ടിൻജന്റ് അസറ്റ്. നമ്മൾ എന്ത് ചെയ്യരുത്? ബാലൻസ് ഷീറ്റിലൊന്നും കാണിക്കരുത്. However, when the realization of income is virtually certain, നമുക്ക് കാശ് കിട്ടുന്നുള്ള കാര്യം 100% certain ആയി നമ്മൾ ഇതിനെന്താക്കും? അസറ്റിനെ ആക്കും. അതായത് നമ്മൾ ജയിച്ചു, ഇനി കാശ് ഗവൺമെന്റിന്റെ നമുക്ക് ഇങ്ങോട്ട് കിട്ടാൻ മാത്രമല്ലോ എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ നമ്മൾക്കെതിരെ നമ്മൾ കേസിൽ ജയിച്ചിട്ടുള്ള തോറ്റ ആളുടെ നമുക്ക് കാശ് കിട്ടാനുള്ള ആ വിധി മാത്രം വരാനുള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അസറ്റായിട്ട് കാണിക്കും. അപ്പൊ അത് ക്രിസ്റ്റലൈസ്ഡ് ആയി. അപ്പൊ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കും. പിന്നെ അത് കണ്ടിൻജന്റ് അസറ്റ് അല്ലാതെ എന്തായി? അസറ്റായി. അത് വിർച്വലി സർട്ടൈൻ ആണ്. അതാണ് അതിന്റെ ടെക്നിക്കൽ ടേം. എന്താണ്? വിർച്വലി സർട്ടൈൻ. ഇനി കണ്ടിൻജന്റ് ലയബിലിറ്റി ആണെങ്കിൽ എങ്ങനെയാ? ഇറ്റ് ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ഇൻ ബാലൻസ് ഷീറ്റ്. ഹൗവർ ഇറ്റ് ഈസ് റിക്വയർഡ് ടു ബി disclosed in the notes to accounts unless possibility of outflow of resources embodying economic benefit is remote. കാശ് പോകാൻ ഒരു സാധ്യതയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട? റെക്കോർഡേ ചെയ്യണ്ട, കണ്ടിൻജന്റ് ലയബിലിറ്റി ആയിട്ട് റെക്കോർഡേ ചെയ്യണ്ട. ക്ലിയർ അല്ലേ? പക്ഷെ പ്രസന്റ് ഒബ്ലിഗേഷൻ ആണ്, കാശ് പോകാൻ സാധ്യതയില്ലെന്നുണ്ടെങ്കിൽ അതിന് കണ്ടിൻജന്റ് ലയബിലിറ്റി ആക്കി നോട്ട്സ് ടു അക്കൗണ്ട്സിൽ കാണിക്കണം. ഇനി പ്രസന്റ് ഒബ്ലിഗേഷൻ ആണ്, എമൗണ്ട് നമുക്ക് റിലയബിൾ എസ്റ്റിമേറ്റ് ചെയ്യാനേ പറ്റില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ കാണിക്കണം, നോട്ട്സ് ടു അക്കൗണ്ട്സിൽ കാണിക്കണം, കണ്ടിൻജന്റ് ലയബിലിറ്റി ആയിട്ട് കാണിക്കണം. A present obligation, a present obligation that arises from past events but is not recognized because it is not probable that an outflow of resources embodying economic benefits will be required to settle the obligation
or a reliable estimate of the amount of the obligation cannot be made. Distinction between contingent liabilities and liabilities. A liability is defined as present financial obligation of an enterprise which arises from past events. The settlement of a liability results in an outflow from the enterprises of the resource embodying economic benefits. On the other hand, in the case of contingent liability, other outflow of resources to settle the obligation is not probable, or the amount expected to be paid to settle the liability cannot be measured with sufficient reliability. നമുക്കത് പറയാൻ പറ്റുന്നില്ല, എത്രയാണ് എമൗണ്ട് എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. ഇനി പ്രൊവിഷനും കണ്ടിജന്റ് ലൈബിലിറ്റി തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. പ്രൊവിഷൻ എന്താണ്? പ്രസന്റ് ലൈബിലിറ്റി ആണ്. ഇതെന്താ? പോസിബിൾ ഒബ്ലിഗേഷൻ ആണ്. പ്രസന്റ് ലൈബിലിറ്റി ആണ്, ഇത് പോസിബിൾ ഒബ്ലിഗേഷൻ ആണ്. പ്രൊവിഷൻ വിച്ച് ക്യാൻ ബി മെഷേർഡ് റിലയബിളി ബൈ യൂസിങ് എ സബ്സ്റ്റാൻഷ്യൽ ഡിഗ്രി ഓഫ് എസ്റ്റിമേഷൻ. നമുക്കൊരു എസ്റ്റിമേഷൻ ചെയ്യാൻ പറ്റുന്ന ബാഡ് ഡെറ്റിന് ഒരു 10% പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് എഴുതാം. ഇനി കണ്ടിജന്റ് ലൈബിലിറ്റി ആണെങ്കിലോ ഇറ്റ്സ് എ പോസിബിൾ ഒബ്ലിഗേഷൻ ദാറ്റ് മേ ഓർ മേ നോട്ട് ക്രിസ്റ്റലൈസ്. അത് എന്താവില്ല? ചിലപ്പോൾ ക്രിസ്റ്റലൈസ് ആവാം, ചിലപ്പോൾ എന്താവില്ല? ക്രിസ്റ്റലൈസ് ആവില്ല. ഡിപ്പെൻഡിങ് ഓൺ ദ ഒക്കറൻസ് ഓർ നോൺ ഒക്കറൻസ് ഓർ വൺ ഓർ മോർ uncertain future events. A contingent liability fails to meet the same. അതെന്താവില്ല? കണ്ടിജന്റ് ലൈബിലിറ്റി അത് മീറ്റ് ചെയ്യില്ല. ക്ലിയർ ആണല്ലോ? ഇനി പ്രൊവിഷൻ മീറ്റ്സ് ദ റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ. കണ്ടിജന്റ് ലൈബിലിറ്റിയോ ഫെയിൽസ് ടു മീറ്റ് ദി റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ. ഇനി പ്രൊവിഷൻ ഈസ് റെക്കഗ്നൈസ്ഡ് in an enterprise when it has a present obligation arising from past events. An outflow of resources embodying economic benefit is probable and a reliable estimate can be made on the amount of the obligation. Contingent liability it includes present obligation and that do not meet recognition criteria because either it is not probable that settlement of those obligations will require outflow or the amount cannot be reliably estimated. എപ്പോഴാണ് നമ്മുടെ പ്രസന്റ് ഒബ്ലിഗേഷനെ മാറ്റണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമുക്ക് ഈ പ്രസന്റ് ഒബ്ലിഗേഷനിൽ എന്തുണ്ട്? ലൈബിലിറ്റിയുടെ സൈഡില് അല്ല പ്രൊവിഷന്റെ സൈഡില് എത്രയാണ് എമൗണ്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് റിലയബിളി എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റ് എമൗണ്ട് എന്നല്ല, ഏകദേശം ഒരു 5% വരണം എന്നുള്ള പോലെ നമുക്കത് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? ഇനി പ്രൊവിഷനില് ഇഫ് ദ മാനേജ്മെന്റ് എസ്റ്റിമേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് ദ സെറ്റിൽമെന്റ് ഓഫ് എൻ ഒബ്ലിഗേഷൻ വിൽ റിസൾട്ട് ഇൻ ഔട്ട്ഫ്ലോ ഓഫ് എക്കണോമിക് ബെനിഫിറ്റ് റെക്കഗ്നൈസ് പ്രൊവിഷൻ ഇൻ ദി ബാലൻസ് ഷീറ്റ്. നമ്മൾ പ്രൊവിഷനിൽ എമൗണ്ട് പോകുന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണെങ്കിൽ നമ്മൾ അവിടെ കാണിക്കും, ബാലൻസ് ഷീറ്റിൽ കാണിക്കും. ഇവിടെയോ ഇഫ് ദ മാനേജ്മെന്റ് എസ്റ്റിമേറ്റ് ദാറ്റ് ഇറ്റ് ഈസ് ലെസ് ലൈക്ലി ദാറ്റ് എക്കണോമിക് ബെനിഫിറ്റ് വിൽ ഔട്ട്ഫ്ലോ the firm to settle the obligation, it discloses the obligation as contingent liability. അപ്പോൾ അതിനെ contingent liability ആയിട്ട് കാണിക്കും. പാഠം കഴിഞ്ഞു. ചോദ്യങ്ങൾ എടുത്തോ. True or false? A contingent liability need not be disclosed in the financial statement. Contingent liability need not be disclosed എന്നാണ് പറയുന്നത്. Contingent liability need not be disclosed in the financial statement എന്നാണ് പറയുന്നത്. അതായത് ഫോൾസ് ആണോ അത്? കണ്ടിജന്റ് ലൈബിലിറ്റി എപ്പോഴും ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും. അതാണ് ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു ആംബിഗ്വിറ്റി ഉണ്ട്. ക്ലിയർ ആണോ? ഇതിന്റെ ആൻസർ എന്താ പറഞ്ഞത്? ഫോൾസ് ആണ്. അപ്പോ ഇതിലൊരു മിനിറ്റ് നീഡ് നോട്ട് ബി ഡിസ്ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. അത് ശരിയാണ്, ശരിക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ കാണിക്കാം. പക്ഷെ ചില സാഹചര്യങ്ങളിൽ കാണിക്കാത്ത പോയിന്റ് ഉണ്ട്. ഏതാ കാണിക്കാത്ത പോയിന്റ് ഉള്ളത്? റിമോട്ട് വളരെ റിമോട്ടാണെന്ന് വിചാരിക്കും. അപ്പൊ ഒരിക്കലും കാണിക്കണ്ട. പക്ഷെ ഇവര് ഈ കണ്ടിജന്റ് ലൈബിലിറ്റി നീഡ് നോട്ട് ബി എന്ന് പറയുമ്പോൾ ഇവരോട് ഉദ്ദേശിക്കുന്നത് ജനറലി കണ്ടിജന്റ് ലൈബിലിറ്റി കാണിക്കില്ല എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ അതിലൊരു ആംബിഗ്വിറ്റി ഉള്ള ഒരു MCQ ആണ്. അപ്പൊ ഇതും എന്ത് ചെയ്യണം? നിങ്ങൾ പ്രത്യേകം സ്റ്റാർ ഇട്ട് പഠിക്കണം. ക്ലിയർ അല്ലേ? എന്റെ ആൻസർ വായിച്ചോ. എ കണ്ടിജന്റ് ലൈബിലിറ്റി ഇസ് റിക്വയർഡ് ടു ബി ഡിസ്ക്ലോസ്ഡ് ആൻഡ് പോസിബിലിറ്റി ഓഫ് ഔട്ട്ഫ്ലോ ഓഫ് റിസോഴ്സ് എംബോഡിങ് എക്കണോമിക് ബെനിഫിറ്റ്സ് റിമോട്ട്. കണ്ടാ, ശരിക്കും റിമോട്ട് ആണെങ്കിൽ നമുക്ക് വേണ്ട. പക്ഷെ ഇവരോട് എന്താ പറയുക? ജനറലി വേണം, റിമോട്ട് അല്ലെങ്കിൽ. ശരി തന്നെയാണല്ലോ. എങ്ങനെ പറയുമ്പോൾ ഇവര് നമ്മളെ എക്സ്പ്ലനേഷൻ ആണ് കാശ്. നിങ്ങളിപ്പോ അത് ട്രൂ തന്നെ എഴുതിയിട്ട് റിമോട്ട് ആണെങ്കിൽ വേണ്ടാന്ന് പ്രശ്നം പറഞ്ഞ പോലെ ഉത്തരം വരാണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും. മനസ്സിലായി? അപ്പൊ അതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പൊ ഇതിലൊരു ആംബിഗ്വിറ്റി ഉണ്ട് ചോദിച്ചില്ല. അപ്പൊ നമ്മള് വേണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റൂള് ഫോളോ ചെയ്ത് പോവാം. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ അത് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി പ്രൊവിഷൻ ഫെയിൽസ് ടു മീറ്റ് റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ. ഫോൾസ് അല്ലേ? പ്രൊവിഷൻ എന്തായാലും റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യും. ഇനി എ ക്ലെയിം ദാറ്റ് ആൻ എന്റർപ്രൈസ് ഈസ് പെർസ്യൂയിങ് ത്രൂ ലീഗൽ പ്രോസസ് വേർ ദ ഔട്ട്കം ഈസ് അൺസർട്ടൈൻ ഈസ് എ കണ്ടിജന്റ് ലൈബിലിറ്റി. ഒരു ക്ലെയിം ആണത്. അങ്ങനെയാണെങ്കിൽ കണ്ടിജന്റ് അസറ്റ് അല്ലേ വരാ? തെറ്റല്ലേ? ഫോൾസ് ആണ്. ഇനി
when it is probable that the firm will need to pay off the obligation that give rise to contingent liability. Probable ആയി അങ്ങനെയാണെങ്കിൽ അത് ലൈബിലിറ്റി ആയില്ലേ, ക്രിസ്റ്റലൈസ്ഡ് ആയില്ലേ, പോണ കാര്യം ഉറപ്പായി, അപ്പൊ ലൈബിലിറ്റി ആയി, അപ്പൊ ഇതെന്താ ഫോൾസ് ആണ്. അടുത്തത് പ്രസന്റ് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ ഓഫ് ആൻ എന്റർപ്രൈസ് which arises from past event is termed as contingent liability. പ്രസന്റ് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ which arises from past event എങ്ങനെ കണ്ടിജന്റ് ലൈബിലിറ്റി ആണോ? അല്ല, അത് പ്രൊവിഷൻ ആണ് അല്ലെങ്കിൽ ലൈബിലിറ്റി ആണ്. ക്ലിയർ ആണല്ലോ? ജനറലി അതെന്തായിരിക്കും? ലൈബിലിറ്റി ആയിരിക്കും. എമൗണ്ട് പറയാൻ പറ്റുവെച്ചാൽ ലൈബിലിറ്റി ആയിരിക്കും. ക്ലിയർ. എ കണ്ടിജന്റ് അസറ്റ് യൂഷ്വലി arises from unplanned or unexpected events that give rise to the possibility of an inflow. കണ്ടിജന്റ് അസറ്റ് ആട്ടോ ചോദിക്കുന്നത്. ഇൻഫ്ലോ ഓഫ് എക്കണോമിക് അല്ലെങ്കിൽ പോസിബിലിറ്റി ഓഫ് ആൻ ഔട്ട്ഫ്ലോ. ഔട്ട്ഫ്ലോ വരുമോ? ഇല്ല. അപ്പൊ ഏതാ വരല്ലോ? എ മാത്രം വരല്ലോ. If an inflow of economic benefits is probable, then a contingent asset is disclosed. ഡിസ്ക്ലോസ് ചെയ്യാൻ പാടോ? ഇല്ല. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടോ? ഇല്ല. പക്ഷേ ഇൻ ദ നോട്ട്സ് ഓഫ് അപ്രൂവിംഗ് അതോറിറ്റി, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി കറസ്പോണ്ടിങ് അപ്രൂവിംഗ് അതോറിറ്റി ഇൻ കേസ് ഓഫ് എനി അതർ എന്റർപ്രൈസ്. മനസ്സിലായ? അവിടെ വരും. ക്ലിയർ ആണോ? മനസ്സിലായോ? അതായത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞത്? റെക്കഗ്നൈസ് ചെയ്യില്ല എന്ന് പറഞ്ഞത്. നമുക്കിത് എവിടെ റെക്കഗ്നൈസ് ചെയ്യാം? എവിടെ റെക്കഗ്നൈസ് ചെയ്യാം? എവിടെ? നോട്ട്സിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ റിപ്പോർട്ടിൽ റെക്കഗ്നൈസ് ചെയ്യും. നോട്ട്സിൽ റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്താ? കണ്ടിജന്റ് ലൈബിലിറ്റി ആണ് നമ്മൾ നോട്ട്സിൽ റെക്കഗ്നൈസ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഇൻ ദ കേസ് ഓഫ് ഡാഷ് ഈദർ outflow of resources to settle the obligation is not probable or the amount expected to be paid to settle the liability cannot be measured with സഫിഷ്യന്റ് റിലയബിലിറ്റി. എന്താ? കണ്ടിജന്റ് ലൈബിലിറ്റി അല്ലേ? അല്ലെങ്കിൽ അതെന്താവും? പ്രൊവിഷനായി മാറും. അടുത്തത് പ്രസന്റ് ലൈബിലിറ്റി ഓഫ് അൺസർട്ടൈൻ എമൗണ്ട് വിച്ച് ക്യാൻ ബി മെഷർഡ് റിലയബിളി ബൈ യൂസിങ് എ സബ്സ്റ്റാൻഷ്യൽ ഡിഗ്രി ഓഫ് എസ്റ്റിമേഷൻ ഇസ് ടേംഡ് ആസ്. സബ്സ്റ്റാൻഷ്യൽ ഡിഗ്രി ഓഫ് എസ്റ്റിമേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ? പ്രൊവിഷൻ അല്ലേ? ലൈബിലിറ്റി ആണെങ്കിൽ കറക്റ്റ് എമൗണ്ട് പറയാൻ പറ്റും. സബ്സ്റ്റാൻഷ്യൽ ഡിഗ്രി ഓഫ് എസ്റ്റിമേഷൻ ഒന്നും പറയണ്ട. ഇന്ന് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് കണ്ടിജന്റ് ലൈബിലിറ്റി എന്താ ചെയ്യണത്? റെക്കഗ്നൈസ് ചെയ്യോ, നോട്ട് റെക്കഗ്നൈസ് ചെയ്യോ, അഡ്ജസ്റ്റ് ചെയ്യോ? റെക്കഗ്നൈസ് അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ആൻഡ് അക്കൗണ്ടിൽ ഇതിലോ കൂട്ടോ കുറച്ച് ചെയ്യുന്നതാണ് അഡ്ജസ്റ്റ്മെന്റ്. ഡിസ്ക്ലോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം കറക്റ്റ് ആയാണ്, വെറുതെ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ പറയുന്നതുകൊണ്ട്. പക്ഷെ റെക്കഗ്നൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ആൻഡ് അക്കൗണ്ടിൽ ബാലൻസ് ഷീറ്റിൽ എഴുതണം. അപ്പൊ ഇതിൽ എന്ത് ഉത്തരം വരാ? നോട്ട് റെക്കഗ്നൈസ്ഡ്. എല്ലാം ശരിയല്ലേ നോക്കിയേ? നമ്മൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ഓപ്ഷനുകളും ഫോൾസ് അല്ലേ നോക്കിയേ? അല്ലെ? എല്ലാം ഫോൾസിനല്ലേ എഴുതിക്കണേ? പിന്നെ അടുത്തത് എ ബി സി എ ബി ആണോ നോക്കിയേ? ആണ്. ക്വസ്റ്റ്യൻ എന്താ? പ്രൊവിഷൻ ഇത് പ്രസന്റ് പ്രൊവിഷൻ എന്താണെന്നും ലൈബിലിറ്റി എന്താണെന്നാണ് ചോദ്യം. വേറെ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ. പ്രൊവിഷൻ എന്താ? പ്രസന്റ് ലൈബിലിറ്റി ഓഫ് ആൻ uncertain amount which can be measured reliably by using a substantial degree of estimation. On the other hand, contingent liability is a possible obligation that may or may not crystallize depending upon the occurrence or non-occurrence of future events. Liability in the present financial obligation of an enterprise which arises from past events. On the other hand, in case of contingent liability, either outflow of resources to settle the obligation is not probable or the amount expected to be paid to settle the liability cannot be measured with sufficient reliability. കഴിഞ്ഞില്ലേ? അടുത്ത പാഠം അക്കൗണ്ടിങ് പോളിസീസ്. അക്കൗണ്ടിങ് പോളിസീസ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ ഒന്നോ അതിൽ കൂടുതലോ വഴികളിൽ പറയാണ് വരും എന്ത്? നമുക്ക് ഈ കാര്യം സോൾവ് ചെയ്യാം. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എന്തായിരുന്നു? ഇൻവെന്ററി. എങ്ങനത്തെ ഏതൊക്കെ വാല്യൂഷൻ ഉള്ള ഇൻവെന്ററിയിൽ? ഫിഫോ, ലിഫോ, വെയിറ്റഡ് ആവറേജ്. അതിൽ ലിഫോ നമുക്ക് എന്തില്ല? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ ഇല്ല. നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് പുറത്തൊക്കെ അമേരിക്കയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ എവിടെ യൂസ് ചെയ്യണില്ല? ഇന്ത്യൻ അക്കൗണ്ടിങ് പെർവിയിൽ യൂസ് ചെയ്യണില്ല. പക്ഷെ നിങ്ങൾക്ക് ഇൻവെന്ററി എന്ന് പറഞ്ഞ പാഠത്തിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഫിഫോ അല്ലെങ്കിൽ വെയിറ്റഡ് ആവറേജ്, ഈ രണ്ട് കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റാം എന്ന് പറയുന്നത് എന്താണ്? അക്കൗണ്ടിങ് പോളിസികളാണ്. എന്താ? ഇൻവെന്ററി വാല്യൂഷന്റെ കോസ്റ്റിനെ വാല്യൂ ചെയ്യണ ഡിഫറെന്റ് പോളിസികളാണ് എന്ത്? ഫിഫോയും വെയിറ്റഡ് ആവറേജ്. അപ്പൊ അങ്ങനെ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലുള്ള ഒന്നിൽ കൂടുതലുള്ള വഴികളെ പറയുന്ന പേരാണെന്ത്? അക്കൗണ്ടിങ് പോളിസീസ്. Accounting policies, it refers to specific accounting principles and methods of applying these principles adopted by the enterprise in the preparation and presentation of financial statement. There is no single list of accounting policies which are applicable to all enterprises in all circumstances. എല്ലാവർക്കും ഒരുപോലെ applicable ആയിട്ടുള്ള ഒന്നുമില്ല. ക്ലിയർ ആണല്ലോ? It's also a specific accounting policy appropriate to the specific circumstances do calls for the considerate judgment by the management. അതായത് മാനേജ്മെന്റിന്റെ ജഡ്ജ്മെന്റ് അനുസരിച്ചിട്ടാണ് ഇതിൽ ഏതാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത്. ക്ലിയർ ആണോ? അല്ലാണ്ട് ഒരു ഓഡിറ്റർ ഒന്നും പോയിട്ട് പറയേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഏതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള രണ്ട് ഏരിയകൾ പറയുന്നത്? ഇൻവെന്ററിയും ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യുവേഷനും. കൺസെപ്റ്റുകൾ ഏതൊക്കെയാണ് ഉപയോഗിക്കണേ? പ്രൂഡൻസ്, സബ്സ്റ്റൻസ് ഓവർ ഫോമും പിന്നെ മെറ്റീരിയലിറ്റി. ഏതൊക്കെയാടാ? പ്രൂഡൻസ്,
സബ്സ്റ്റൻസ് ഓവർ ഫോം, പിന്നെ മെറ്റീരിയാലിറ്റി. ഇനി എക്സാമ്പിൾസ് ഫോർ ഇൻ സെലക്ഷൻ ഫ്രം എ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ഈസ് മെയ്ഡ്. എന്താ ഒന്നാമത്തെ ഇൻവെന്ററി നമ്മൾ പറഞ്ഞു അല്ലേ? ഇൻവെന്ററി പറഞ്ഞു ആർ വാല്യൂഡ് അറ്റ് കോസ്റ്റ് എക്സെപ്റ്റ് ഫോർ ഫിനിഷ്ഡ് ഗുഡ് ആൻഡ് ബൈ പ്രൊഡക്റ്റ്. ഫിനിഷ്ഡ് ഗുഡ്സ് ആർ വാല്യൂഡ് അറ്റ് ലോവർ ഓഫ് കോസ്റ്റ് ഓർ ഫെയർ മാർക്കറ്റ് വാല്യൂ, അല്ല കോസ്റ്റ് ഓർ മാർക്കറ്റ് വാല്യൂ, ആൻഡ് ബൈ പ്രൊഡക്ട്സ് ആർ വാല്യൂഡ് അറ്റ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. എന്താണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ? നമുക്ക് മാർക്കറ്റിൽ ഒന്ന് കൊണ്ടുപോയി വിൽക്കണമെങ്കിൽ വിറ്റൊക്കെ കഴിഞ്ഞ് ബാക്കി എത്ര കിട്ടുന്നുള്ളതാണ് എന്ത് നെറ്റ് റിയലൈസബിൾ വാല്യൂ. ഏത് കൺസെപ്റ്റ് പ്രകാരമാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ കോസ്റ്റ് വിച്ച് എവർ ഇസ് ലോവർ എന്നുള്ളത് എടുക്കണേ? നമ്മളിപ്പോ പറഞ്ഞിട്ടില്ലേ, മുമ്പ് പറഞ്ഞു. ഏതായിരുന്നു നിങ്ങൾ സ്ഥിരമായിട്ട് തെറ്റിക്കാറുള്ളത്? കൺസിസ്റ്റൻസി എന്നുള്ളതാണ് ശരി ഉത്തരം. തെറ്റിക്കണ വാക്ക് ഏതായിരുന്നു? കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രൂഡൻസ്. അതായത് നമുക്ക് വരാൻ പോണ ലാഭങ്ങൾ നമ്മൾ കാണിക്കുന്നത് വരാൻ സാധ്യതയുള്ള നഷ്ടങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് കാണിക്കേണ്ടതെന്ന് പറയുന്നത്. ഇനി ഇൻവെസ്റ്റ്മെന്റ്സ് ആർ വാല്യൂഡ് അറ്റ് ദെയർ അക്വിസിഷൻ കോസ്റ്റ്. പ്രൊവിഷൻ ഫോർ പെർമനന്റ് ഡിമിനിഷൻ ഇൻ വാല്യൂ ഹാസ് ബീൻ മെയ്ഡ് വെനെവർ നെസസറി. അല്ലെ, ഇൻവെസ്റ്റ്മെന്റിന് നമ്മൾ അക്വിസിഷൻ കോസ്റ്റിലാണ് കാണിക്കുക. പെർമനന്റ് ഡിമിനിഷൻ ഇൻ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും എന്നിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, ഇന്റർവ്യൂ പഠിക്കാനുള്ളൂ. A change in accounting policy should be made in the following conditions. It is required by some statute or for the compliance with an accounting standard. ഒന്നെങ്കിൽ സ്റ്റാറ്റ്യൂട്ടിനെ കംപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ചേഞ്ച് വുഡ് റിസൾട്ട് ഇൻ മോർ അപ്രോപ്രിയേറ്റ് പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? കണ്ടിജന്റ് അസറ്റ്, കണ്ടിജന്റ് ലയബിലിറ്റി അല്ലേ? അല്ല കഴിഞ്ഞില്ലേ? ചെയ്തില്ല അക്കൗണ്ടിംഗ് പോളിസീസ് അല്ല, ചോദ്യങ്ങൾ ചെയ്തിട്ടില്ല. There is a single list of accounting policy. തെറ്റല്ലേ? സിംഗിൾ ലിസ്റ്റ് ഉണ്ടോ? ഇല്ല. എന്തല്ലോ? ഓരോരുത്തർക്ക് ഓരോ അക്കൗണ്ടിങ് സാധനങ്ങളായിരിക്കും എന്ത് മാച്ച് ആവാട്ടാ. ഇതെന്താ ഫോൾസ് അല്ലേ? ഇനി സെലക്ഷൻ ഓഫ് അക്കൗണ്ടിംഗ് പോളിസി ഡസന്റ് ഇമ്പാക്ട് ഫിനാൻഷ്യൽ പെർഫോമൻസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. തെറ്റല്ലേ? അതായത് ഞാൻ നിങ്ങളോട് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോ ആദ്യം ഒരു ഫിഫോ കാണിച്ചു, പിന്നെ അവർക്ക് ലാഭം വെയിറ്റഡ് ആവറേജ് കാണിച്ചാലാണ് ഇൻവെന്ററിയുടെ വാല്യൂ കൂടുതൽ. ഇപ്പൊ ഒരു വെയിറ്റഡ് ആവറേജ് ചാടി, പിന്നത്തെ കൊല്ലം ഫിഫോയിലേക്ക് ചാടുമ്പോഴാണ് കൂടാൻ തോന്നിയത്, വീണ്ടും തിരിച്ച് ഫിഫോയിലേക്ക് ചാടി. അങ്ങനെ ചാടി കളിക്കുകയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ പെർഫോമൻസിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടല്ലേ ചെയ്തിരുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ചേഞ്ച് ഇൻ അക്കൗണ്ടിംഗ് പോളിസി ഷുഡ് ബി മെയ്ഡ് ആസ് ആൻഡ് വെൻ ബിസിനസ് ലൈക്ക് ടു ഷോ ദ റിസൾട്ട് ആസ് പെർ ദെയർ ചോയ്സ്. അങ്ങനെയാണോ ചെയ്യേണ്ടത്? അവരുടെ ചോയ്സ് അനുസരിച്ച് മാറ്റണം എന്ന് തോന്നുമ്പോഴാണോ ചെയ്യേണ്ടത്? അല്ല, അത് കുറച്ച് ബെറ്റർ പ്രസന്റേഷൻ, അതാണ് ബെറ്റർ എന്ന് തോന്നിയാൽ അത് ചെയ്യാം. അല്ലാണ്ട് എന്ത് ചെയ്യരുത്, അത് ചെയ്യരുത്. ചൂസിങ് ഫിഫോ ഓർ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ഓഫ് ഇൻവെന്ററി വാല്യൂഷൻ സെലക്ഷൻ ഓഫ് അക്കൗണ്ടിംഗ് പോളിസി. ട്രൂ അല്ലേ? ഫിഫോ അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് ചെയ്യുന്നത് എന്താ? സെലക്ഷൻ ഓഫ് അക്കൗണ്ടിംഗ് പോളിസിയാണ്. ഇനി സെലക്ഷൻ ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് അക്കൗണ്ടിംഗ് പോളിസി ഡിസിഷൻ will overstate the performance of financial position of a business entity every time. ഓവർസ്റ്റേറ്റ് ഫോൾസ് ആണ്. കാരണം ചില നേരത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പ്രോഫിറ്റ് കുറയാനായിരിക്കാം, ചില നേരത്ത് നമ്മൾ ചെയ്യുന്നത് പ്രോഫിറ്റ് കൂടാനായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് അതിനു വേണ്ടി ആയിരിക്കില്ല, അത് റിസൾട്ട് ചെയ്യുന്നത് എന്തിനായിരിക്കാം? ഒന്നുകിൽ ലാഭം കൂട്ടാം, അല്ലെങ്കിൽ എന്തിനു ചെയ്യാം, അതിന്റെ ലാഭത്തിനെ കുറയ്ക്കും. അപ്പൊ അത് എപ്പോഴും കൂടും എന്ന് പറഞ്ഞാൽ ശരിയാവും? ഇല്ല. ഇനി ചേഞ്ച് ഇൻ അക്കൗണ്ടിംഗ് പോളിസി ഇസ് ജസ്റ്റിഫൈഡ് ടു കംപ്ലൈ വിത്ത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ടു എൻഷുർ മോർ അപ്രോപ്രിയേറ്റ് പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി എന്റർപ്രൈസ്. രണ്ട് ശരിയല്ലേ? ഇനി accounting policy of inventories of X Limited states that inventories are valued at lower of the cost determined on weighted average basis or net realizable value. Which of the accounting principle is followed adopting the above policy? എന്താണ് ചെയ്തത്? പ്രൂഡൻസ് അല്ലേ? ഇനി the areas where different accounting policies can be adopted are എന്താ? പ്രൊവൈഡിങ് ഡിപ്രിസിയേഷനിൽ പറ്റും, ശരിക്കും ഡിപ്രിസിയേഷൻ റിട്ടേൺ ഡൗൺ വാല്യൂ പറ്റും, സ്ട്രേറ്റ് ലൈൻ മെത്തേഡും പറ്റും. പക്ഷെ അതൊരു അക്കൗണ്ടിംഗ് പോളിസി അല്ല, അതൊരു ചേഞ്ച് ഇൻ അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റ് ആണ്. ക്ലിയർ ആണോ? അതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്? ഡിപ്രിസിയേഷൻ വരാത്തത്. ഉത്തരം വരാം വാല്യൂഷൻ ഓഫ് ഇൻവെന്ററി. ഇനി സെലക്ഷൻ ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് അക്കൗണ്ടിംഗ് പോളിസി ഡിസിഷൻ മേ ഓവർസ്റ്റേറ്റ് ദ പെർഫോമൻസ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, അല്ലെങ്കിൽ അണ്ടർസ്റ്റേറ്റ് ഓർ ഓവർസ്റ്റേറ്റ്. അണ്ടർസ്റ്റേറ്റ് ഓവർസ്റ്റേറ്റ് അല്ലേ പെർഫെക്റ്റ് ആൻസർ? അതെ. ഇനി അക്കൗണ്ടിംഗ് പോളിസീസ് റെഫർ ടു ഇതിന് ഞാൻ നിങ്ങൾക്ക് ഒരു എളുപ്പവഴി പറഞ്ഞിരുന്നു. ഇവിടെ ഓവർസ്റ്റേറ്റ് എന്ന് പറഞ്ഞു, ഓവർസ്റ്റേറ്റ് ഓഫ് ഫിനാൻഷ്യൽ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർസ്റ്റേറ്റ് പെർഫോമൻസ് ഓഫ് ബിസിനസ് എൻറ്റിറ്റി. രണ്ടും എന്തായിട്ട് വരണം? ശരിയായിട്ട് വരണം. അപ്പൊ അങ്ങനെ വരാത്തത് കൊണ്ട് ഒരു ശരി ഉത്തരമാണ് എന്ത് വരുള്ളൂ എപ്പോഴും? MCQ വരുള്ളൂ. അപ്പൊ ബി ആണ് ആൻസർ. അക്കൗണ്ടിംഗ് പോളിസീസ് റെഫർ ടു സ്പെസിഫിക് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് അപ്ലൈയിങ് ദോസ്
പ്രിൻസിപ്പിൾസ് രണ്ടും ശരിയല്ലേ? ബോത്ത് എ ആർ ബി. ഞാൻ പറയണത് ഇതിൽ മാർക്ക് ചെയ്തെന്ന് കൺഫേം ചെയ്ത്. 3 ഫോൾസ്, 4ാമത്തെ ട്രൂ, 5 ഫോൾസ്. പിന്നെ MCQ പറഞ്ഞത് CB B C. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അക്കൗണ്ടിങ് പോളിസീസ് എന്താണെന്നും പിന്നെ അടുത്തത് മെറ്റീരിയൽ എഫക്റ്റിംഗ് ഐറ്റംസ് ഓഫ് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സിന് ചേഞ്ച് ഉണ്ടാവാമെന്നും ശരിയാണോ എന്നുള്ളത് ചോദിക്കണം. അക്കൗണ്ടിങ് പോളിസീസ് റെഫർ ടു സ്പെസിഫിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഓർ മെത്തേഡ്സ് ഓഫ് അപ്ലൈയിങ് ദോസ് പ്രിൻസിപ്പിൾസ് adopted by the enterprise. The change in accounting policy may have material effect on the items of financial statement. For example, if cost formula used for inventory valuation changed from weighted average to FIFO, unless the effect of such change in accounting policy is quantified, the financial statement may not help users of accounts. Clear അല്ലേ? ആ പാഠം കഴിഞ്ഞു. ഇനി അക്കൗണ്ടിങ് ആസ് എ മെഷർമെന്റ് ഡിസിപ്ലിൻ, വാല്യുവേഷൻ പ്രിൻസിപ്പിൾസ് ആൻഡ് അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്. എന്താണ് എലമെന്റ്സ് ഓഫ് മെഷർമെന്റ്? ഐഡന്റിഫിക്കേഷൻ, സെലക്ഷൻ, ഇവാലുവേഷൻ. പറഞ്ഞടാ. ഐഡന്റിഫിക്കേഷൻ, സെലക്ഷൻ, ഇവാലുവേഷൻ. അതായത് മെഷർ ചെയ്യുക എന്നുള്ള കാര്യത്തിനാണ് എന്ത് പറയണത്? മെഷർമെന്റ് എന്ന് പറയണത് അല്ലെ? ഒരു സാധനത്തിനെ അളക്കുന്നതിന് പറയുന്ന പേരാണ് മെഷർമെന്റ്. അങ്ങനെ അളക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. എന്തിനാണ് അളക്കേണ്ടത്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് ഇവന്റ്സ് ടു ബി മെഷർഡ്. എന്തിനാണ് അളക്കേണ്ടത് എന്നുള്ളത് മനസ്സിലായി. അളക്കണമെങ്കിൽ നമുക്ക് ഒരു സാധനം വേണ്ടേ? ഈ വെള്ളം ഇങ്ങനെ അളക്കുക, ലിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അളക്കുക. അപ്പൊ ആ അളവിന് വേണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ലിറ്റർ അളക്കാനുള്ള വെയിറ്റിന്, ലിറ്റർ എന്ന് പറഞ്ഞ ഷേപ്പാണ്, അല്ലെങ്കിൽ ഒരു 1000 മില്ലി ലിറ്റർ കൊള്ളുന്ന ഒരു സ്ഥലമാണ് ലിറ്റർ. ഇതിന് വെയിറ്റ് ആണ് 1 കിലോ. ഇത് വെയിറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 1 ലിറ്റർ വെള്ളം വെയിറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? 1 കിലോ ഉണ്ടാവും. അതിന് അപ്രോപ്രിയേറ്റ് സ്കെയിൽ കണ്ടുപിടിക്കണ്ടേ അളക്കാൻ വേണ്ടിയിട്ട്? നമ്മള് നമ്മുടെ വരയ്ക്കണ സ്കെയിൽ എടുത്തിട്ട് വെള്ളം വെയിറ്റ് അളക്കാൻ പറ്റുമോ? വെയിങ് മെഷീൻ വെച്ചാലേ പറ്റുള്ളൂ. വെയിങ് മെഷീൻ വെച്ച് കഴിഞ്ഞാൽ ഈ ഷർട്ടിന്റെ നീളം അളക്കാൻ പറ്റും? ഇല്ല. സ്കെയിലോ ടൈപ്പോ ഉപയോഗിച്ചാലേ പറ്റുള്ളൂ. നമ്മൾ അപ്രോപ്രിയേറ്റ് എന്ത് വേണം? മെഷർമെന്റിന്റെ ടൂൾ വേണം, അല്ലെങ്കിൽ സ്കെയിൽ വേണം. ഇനി മൂന്നാമത്തെ ഇവാലുവേഷൻ ഓഫ് ഡൈമെൻഷൻ ഓഫ് മെഷർമെന്റ് സ്റ്റാൻഡേർഡ്സ് ഓർ സ്കെയിൽസ്. മൂന്നാമത്തെ എന്താണ്? ഇവാലുവേഷൻ ഓഫ് ഡൈമെൻഷൻ ഓഫ് മെഷർമെന്റ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ സ്കെയിലുകൾ എന്താണെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്യണം, അളന്നിട്ട് അളവ് രേഖപ്പെടുത്തണം. ക്ലിയർ ആണല്ലോ? മെഷർമെന്റ് എന്താണ്? മെഷർമെന്റ് ഇസ് എ വൈറ്റൽ ആസ്പെക്ട് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? മെഷർമെന്റ്. പ്രൈമർലി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് ആർ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി. മണി മെഷർമെന്റ് കൺസെപ്റ്റ് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഇനി 3 elements ഓഫ് മെഷർ ആർ. ഇതാണ് 3 elements ഓഫ് മെഷർമെന്റ്. എന്തൊക്കെയാ? ഐഡന്റിഫിക്കേഷൻ, സെലക്ഷൻ ആൻഡ് ഇവാലുവേഷൻ. ഇനി വാല്യുവേഷൻ പ്രിൻസിപ്പിൾ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. നമ്മുടെ സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ വാല്യൂ ചെയ്യുന്നത് എന്തിനായിരുന്നു? ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലായിരുന്നു. നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മള് ഒരു ഫോർച്യൂണർ കാർ, അതിന് എന്ത് വിലയുണ്ട്? ഇപ്പൊ ഒരു 50-52 ലക്ഷം രൂപ വിലയുണ്ട്. അത് ഒരു 5-6 വർഷം മുമ്പ് ഒരു 30-35 ലക്ഷം രൂപ വില ഉണ്ടായിരുന്നുള്ളൂ. 35 ലക്ഷം രൂപ അന്നുണ്ടായിരുന്ന കാറാണ് ഇപ്പൊ എത്ര ചെയ്ത്? 55-56 ലക്ഷം രൂപ വില ചെയ്ത്. അപ്പോ ഈ കാറിന്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്താ? 35 ലക്ഷം അല്ലെ? ഇത് 35 ലക്ഷം രൂപ ഉണ്ടായിരുന്ന കാറാണ്. ഇപ്പൊ എത്രയാണ് വില? 55 ലക്ഷം. ഈ 35 ലക്ഷത്തിന്റെ കാറിൽ അത് നമ്മൾ കുറെ നാൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. അത് സെക്കൻഡ് ഹാൻഡ് കാറല്ലേ? ഇപ്പൊ ആ സെക്കൻഡ് ഹാൻഡ് കാർ ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് 55 ലക്ഷം കിട്ടും? 35 ലക്ഷം കിട്ടും? അതും കിട്ടില്ല. എത്ര കിട്ടുള്ളൂ? ഒരു 20 ലക്ഷം കിട്ടുള്ളൂ. ഈ 20 ലക്ഷത്തിന് നമ്മൾ എന്ത് പേര് പറയാ? എന്ത് പേര് പറയാ? റിയലൈസബിൾ വാല്യൂ. ഇപ്പൊ കൊണ്ടുപോയി വിറ്റാൻ കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത് അല്ലെ? ക്ലിയർ ആണല്ലോ? സംശയമില്ലല്ലോ? ഇനി ഈ കാറിന് മാർക്കറ്റിൽ എത്ര രൂപ ഉണ്ടെന്ന് പറഞ്ഞാൽ 55 ലക്ഷം അല്ലേ? ഇതാണ് എന്ത്? കറണ്ട് കോസ്റ്റ്, ഇപ്പിള്ള വില അല്ലെ? ഇപ്പിള്ള ഈ ഇതുപോലത്തെ ഒരു കാർ ഇപ്പൊ നമ്മൾ പോയിട്ട് മാർക്കറ്റിൽ നിന്ന് മേടിക്കണമെങ്കിൽ എത്രയാണെന്നുള്ളതാണ് എന്ത്? കറണ്ട് കോസ്റ്റ്. ഇത് നമ്മൾ എത്ര രൂപയ്ക്ക് മേടിച്ചെന്നുള്ളതാണ് എന്ത്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഇനി ഇതിപ്പോ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ ഡിപ്രിസിയേഷൻ ഒക്കെ കഴിഞ്ഞ് ആൾക്കാർ എത്ര രൂപയ്ക്ക് മേടിക്കുന്നുള്ളതാണ് എന്ത്? റിയലൈസബിൾ വാല്യൂ. ഇനി എല്ലാ കൊല്ലവും നമ്മളിപ്പോ ഈ മാസത്തിലൊരു 5-6 കല്യാണങ്ങൾക്ക് നമ്മൾ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി വിടുന്നെന്ന് വിചാരിക്കും. അങ്ങനെ നമുക്കൊരു 10 കൊല്ലം വിടാമെന്ന് വിചാരിക്കും. 10 കൊല്ലം മാസം എത്രയാ? 4 കല്യാണങ്ങൾക്ക് നമ്മൾ വിടുന്നു. അപ്പൊ 450 ട്രിപ്പിന് വിടാം. ഓരോ ട്രിപ്പിനും, അങ്ങനെ കല്യാണങ്ങൾക്ക് വേണ്ടിയിട്ട് പോകാനുള്ള ട്രിപ്പിനും എന്ത് കിട്ടും? നമുക്കൊരു 20,000 രൂപ കിട്ടുമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എത്രയാ? 20,000 വേണ്ട, 96 ലക്ഷം അല്ലാണ്ട് കൂടിപ്പോയി. ഒരു 5,000 രൂപ കിട്ടുന്ന വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എത്രയും
24 ലക്ഷം രൂപയായി. അതാണ് എന്ത് പ്രസന്റ് വാല്യൂ. പക്ഷെ എല്ലാ വട്ടവും നമുക്ക് കിട്ടുന്നത് ഈ 5000 രൂപയാണ്, എല്ലാ കല്യാണങ്ങൾക്കും കിട്ടുന്നത്. പക്ഷെ ഇന്നൊരു 5000 രൂപ കിട്ടുന്നതിന് ഇക്വാലന്റ് ആണോ അടുത്ത മാസം കിട്ടുന്ന 5000? അല്ല. അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞ് കിട്ടുന്ന 5000 അതിന് ഇക്വാലന്റ് ആവും? ഇല്ല. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി കിട്ടുമ്പോൾ അത് നമ്മൾ ഇന്ന് എത്ര രൂപയ്ക്ക് തുല്യമാണെന്ന് നോക്കണ്ടേ? എല്ലാ മാസവും അടുത്ത മാസം 5000 കിട്ടി, പിന്നത്തെ മാസം 5000 കിട്ടി, അതിന്റെ പിന്നത്തെ മാസം 5000 കിട്ടി, അങ്ങനെ 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 കയറി കയറി പോണ കാശിന് ഒരു 10 കൊല്ലം കഴിഞ്ഞ് കിട്ടുന്ന 5000 രൂപയ്ക്ക് ഇന്നത്തെ 500 രൂപയുടെ വില പോലും ഉണ്ടാവില്ല അല്ലേ? ഒരു ഷവർമ മേടിച്ചതിനാണെങ്കിൽ എത്ര കാശാ? 110. അൽത്താസിനാണെങ്കിൽ 150, 160 ആ ഒരു റേഞ്ച് വരും. ഞാൻ ആദ്യം ഒരു ഷവർമയ്ക്ക് കഴിക്കുന്ന കാലത്ത് അതിന് എത്ര രൂപ? 25 രൂപ വിലയുള്ളൂ. 25-നാണ് എന്തായത് 150 ഷവർമയൊക്കെ നമ്മളിവിടെ കഴിച്ച് തുടങ്ങണ കാലത്ത്. മലപ്പുറത്താണ് കേരളത്തിൽ ആദ്യമായിട്ട് ഷവർമ വന്നതെന്നാണ് പറയപ്പെടുന്നത്. അന്ന് ആ ചേട്ടൻ ഷവർമ വിറ്റിട്ട് 15 രൂപയ്ക്കാണ്. ആലോചിക്ക്, ഇപ്പോൾ 10 ഇരട്ടി കാശ്. അപ്പോൾ കാശ് കൂടിയതും കാശിന്റെ ഷവർമയുടെ വില കൂടണം നല്ലത്. എന്താ കാശിന്റെ മൂല്യം കുറഞ്ഞു വരുന്നതാ. ക്ലിയർ ആണോ? അല്ലെ, ഷവർമയ്ക്ക് കുറച്ച് വില കൂടുതലുണ്ട്, സ്റ്റിൽ എന്താ കാശിന്റെ വില കുറഞ്ഞു കുറഞ്ഞു വരുന്ന നിങ്ങൾ കേട്ടില്ലേ? നിങ്ങളുടെ ചെറുപ്പത്തിൽ നമ്മുടെ പാരന്റ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അന്നൊക്കെ 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് കുറേ സാധനങ്ങളായിട്ട് വരായിരുന്നു എന്നൊക്കെ പറയില്ലേ? കോമഡി ഉണ്ടെന്താ ഇപ്പോഴും വരാം, പക്ഷെ ഇപ്പൊ അങ്ങനെ വരാൻ പറ്റില്ല. ഇപ്പൊ ഫുള്ള് ക്യാമറകളാണ്. 1 രൂപ കൊണ്ടുപോയാൽ കുറെ സാധനം കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ ഈ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് ഇതുപോലെ പല പല 5000 ഇന്ന് എത്രയാണെന്ന് നോക്കണതാണ് എന്ത് പ്രസന്റ് വാല്യൂ. ഇന്ന് തന്നെ നമുക്ക് എല്ലാം കൂടി കിട്ടും? ഇല്ല. അപ്പൊ ഇപ്പൊ നമുക്ക് ഇത് എത്ര രൂപ കിട്ടും? ടോട്ടൽ 24 ലക്ഷം രൂപ കിട്ടും. പക്ഷെ ഈ പലപ്പോഴായിട്ട് കിട്ടുന്ന ഈ കാശിന് ഇന്നത്തെ ഒരു 14 ലക്ഷം രൂപയുടെ വില ഉണ്ടാവുള്ളൂ. ഇന്ന് കിട്ടുകയാണെങ്കിൽ 14 ലക്ഷം രൂപ കിട്ടണ പോലെയാണത് അല്ലേ? അതിനെയാണ് പ്രസന്റ് വാല്യൂ എന്ന് പറയണത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? 24 ലക്ഷം രൂപ ക്യാഷ് നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ടാവും. പക്ഷെ ക്യാഷിന്റെ വെർത്ത് എത്ര ഉണ്ടാവുള്ളൂ? മൂല്യം 14 ലക്ഷം ഉണ്ടാവുള്ളൂ. അതാണ് എന്ത് പ്രസന്റ് വാല്യൂ. ഇന്നത് എത്രയാണ്? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പ്രസന്റ് വാല്യൂ മനസ്സിലാവുന്ന ഒരു എളുപ്പവഴി ഒരു സാധനം കൂടി പറഞ്ഞു. നിങ്ങൾക്ക് അറിയണ്ടാവും മാക്സിമം, അങ്ങനെ കൂടി പറയാം. ഞാൻ നിങ്ങൾക്ക് നിഹാലിന് ഇന്ന് 1 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു. നിഹാൽ ഹാപ്പി ആവും? തരാൻ സമ്മതിക്കാന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് തരണേന് പകരം അടുത്ത വർഷം 1 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു. നിഹാലിന് ഇതിൽ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ പറഞ്ഞു. നിഹാൽ ഏതാ ചൂസ് ചെയ്യാം? ഇപ്പൊ തരാൻ പറയും. ഓക്കെ. അപ്പോൾ ഞാൻ നിഹാലിനോട് പറയണേ, ഇപ്പൊ തരാണെങ്കിൽ ഞാൻ നിഹാലിന് 1 ലക്ഷം രൂപ തരാം. പക്ഷെ അടുത്ത വർഷം തരാണെങ്കിൽ 50 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു. നിഹാൽ ഏതെടുക്കുക? അടുത്ത വർഷം 50 ലക്ഷം. സംശയമൊന്നുമില്ല. ഞാൻ 1,04,500 രൂപ തരാന്ന് പറഞ്ഞു അടുത്ത വർഷം. ഇന്നാണെങ്കിൽ 1 ലക്ഷം തരാന്ന് പറഞ്ഞു. അപ്പൊ എന്താ മേടിക്കുക? 1 ലക്ഷം. അപ്പൊ 1,10,000 ആണെങ്കിലോ? 1,25,000 ആണെങ്കിലോ? 1,50,000 ആണെങ്കിലോ? അടുത്ത കൊല്ലം. മറ്റേത് അടുത്ത കൊല്ലം. അല്ലെങ്കിൽ 1 ലക്ഷം. ഇപ്പൊ 1 ലക്ഷം മതി. 1,50,000 വേണ്ട. അപ്പൊ ഞാൻ 50 ലക്ഷം അടുത്ത കൊല്ലം തരാന്ന് പറഞ്ഞപ്പോ അപ്പൊ 2 ലക്ഷം ആണെങ്കിലോ? ഇതിനെയാണ് ഈ പ്രസന്റ് വാല്യൂ എന്ന് പറയണത്. 50 ലക്ഷം ആയപ്പോ എനിക്ക് മനസ്സിലായി. കാരണം എന്തുകൊണ്ട് ഇതിപ്പോ നമുക്ക് തന്നെ ഉള്ളിൽ അറിയാം. നമ്മൾ ശരിക്കും ഭയങ്കര കണക്കുകൂട്ടൽ നടത്തണതിന്റെ ബാക്കിൽ ഇപ്പൊ നടത്തണ ഈ കണക്കുകൂട്ടലാണ് പ്രസന്റ് വാല്യൂ. അതായത് 50 ലക്ഷം അടുത്ത കൊല്ലം കിട്ടുന്നതാണോ ഇന്ന് 1 ലക്ഷം രൂപ കിട്ടുന്നതാണോ ബെറ്റർ നോക്കി. അടുത്ത കൊല്ലം കിട്ടുന്ന 50 ലക്ഷം ഇന്ന് കിട്ടുന്ന 50 ലക്ഷത്തിന് 1 ലക്ഷത്തിനേക്കാൾ എന്താണ് വളരെ കൂടുതലായിരിക്കും അറിയാം. അതായത് ഇന്ന് തന്നെ നമുക്ക് തരാണെങ്കിൽ 50 ലക്ഷത്തിന് ഇന്ന് തന്നെ നമുക്കൊരു ഏകദേശം ഒരു 10, 38 ലക്ഷം, 40 ലക്ഷം രൂപയുടെ മൂല്യം ഉണ്ടാവും, അല്ലെങ്കിൽ 45 ലക്ഷം രൂപയുടെ മൂല്യം ഉണ്ടാവും. അപ്പൊ 1 ലക്ഷം 45 ലക്ഷം തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യണത്. അതുകൊണ്ടാണ് നമ്മൾ 1 ലക്ഷം വേണ്ട ഇത് മതി എന്ന് പറയണത്. 1,05,000, 1,10,000 ഒക്കെ പറഞ്ഞപ്പോൾ എന്തായി? 1,10,000 അടുത്ത കൊല്ലം കിട്ടുന്നതിനേക്കാൾ ഇന്ന് 1 ലക്ഷത്തിന് നിഹാല് മൂല്യം കൽപ്പിക്കുന്നുണ്ട്. 1,50,000 അടുത്ത കൊല്ലം 1 ലക്ഷം ഇപ്പോഴാണെങ്കിൽ 1,50,000 അടുത്ത കൊല്ലം ഞാൻ പറയലോട്ടാ. കാരണം 50% ഗ്രോത്ത്. നമ്മളിപ്പോ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ 50% കിട്ടും? ഇല്ല. അപ്പൊ ഇങ്ങനെ എപ്പോ ഇട്ടാലും കിട്ടുക? ഒരു കൊല്ലത്തിൽ ഇങ്ങനെ 50% എവിടെ ഇട്ടാലും കിട്ടുക? ഒരിക്കലും കിട്ടില്ല. എവിടെ നിന്ന് കിട്ടും? നല്ല ഇല്ലീഗൽ ബിസിനസ് ഒക്കെ നടത്തേണ്ടി വരും. 50% ഇങ്ങനെ ജനറലി ഉള്ള റേറ്റ് അല്ല. ഡൗട്ട് ഇല്ലല്ലോ, ആ കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പം പക്ഷെ നിഹാലിന് 50%-നേക്കാൾ കൂടുതൽ ആഗ്രഹമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് 1.5 ലക്ഷം ഇഗ്നോർ ചെയ്യാൻ തോന്നിയത്. പക്ഷെ 50 ലക്ഷം എന്ന് പറഞ്ഞപ്പോ എത്രയായി? ഭയങ്കര വളരെ വലുതായി. അപ്പൊ അതിനേക്കാൾ കുറവാണ് ആർക്ക് ആഗ്രഹമുള്ളത്? നിഹാലിന് ആഗ്രഹമുള്ളത്. അതാണ് ഈ പ്രസന്റ് വാല്യൂന്റെ പെർസെന്റേജ്. ക്ലിയർ ആണല്ലോ? സംശയമില്ലല്ലോ? ഇല്ല. അപ്പൊ ഇനി അതാണ് ഇതിന്റെ കാര്യങ്ങള്. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് വായിച്ചോ. It means the acquisition cost including all associated costs up to the
ഫസ്റ്റ് യൂസ് ഓഫ് ദ അസറ്റ് വിച്ച് ആർ ഇൻസിഡന്റൽ ആൻഡ് ആൻസിലറി ടു ഇറ്റ് അല്ലെ. ആദ്യത്തെ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ കാശിനെയാണ് നമ്മൾ എന്ത് പറയാ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയാം. സംശയം ഉണ്ടോ? ഇല്ല. ഇനി കമ്പനീസ് യൂഷ്വലി അപ്ലൈ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തഡ് ഇൻ കേസ് ഓഫ് ലോങ് ടേം അസറ്റ്സ് ലൈക്ക് മിഷനറി, ഫർണിച്ചർ എക്സെട്ര, ലൈസൻസസ് എക്സെട്ര. ഇനി കറണ്ട് കോസ്റ്റ്, അസറ്റ്സ് ആർ ക്യാരിഡ് ഔട്ട് അറ്റ് an amount of cash or cash equivalent that would have to be paid if the same or an equivalent asset was acquired currently. ഇപ്പൊ തന്നെ നമുക്ക് ഇതിപ്പോ മാർക്കറ്റിൽ പോയി മേടിക്കണമെങ്കിലത്തെ കാശാണ് എന്ത്, കറണ്ട് കോസ്റ്റ്. ലയബിലിറ്റീസ് ആർ ക്യാരിഡ് ഔട്ട് അറ്റ് ദി അൺഡിസ്കൗണ്ടഡ് എമൗണ്ട് ഓഫ് ക്യാഷ് ഓർ ക്യാഷ് ഇക്വിവാലൻസ് ദാറ്റ് വുഡ് ബി റിക്വയർഡ് ടു സെറ്റിൽ ദ ഒബ്ലിഗേഷൻ കറന്റ്ലി. അതായത് ഇപ്പോൾ നമുക്ക് ലയബിലിറ്റി ആണെങ്കിൽ ഇപ്പൊ നമുക്കത് അടച്ചവസാനിക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് എന്ത്, കറണ്ട് കോസ്റ്റ്. റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ മാർക്കറ്റിൽ കൊണ്ട് വിറ്റ കിട്ടുന്ന കാശാണ് എന്ത്, റിയലൈസബിൾ വാല്യൂ. അസറ്റ്സ് ആർ carried at the amount or cash equivalents that could currently be obtained by selling the asset orderly disposal. അതായത് എല്ലാം കൂടി ചാടി കയറി തിരക്ക് പിടിച്ച് വെക്കുമ്പോഴത്തില്ല, ഇതിന്റെ ഒരു ആവശ്യക്കാരൻ വന്ന് മേടിക്കുകയാണെങ്കിൽ എത്ര രൂപ മേടിക്കും എന്നുള്ളതാണ് എന്ത്, റിയലൈസബിൾ വാല്യൂ. ഇനി ലയബിലിറ്റീസ് ആർ ക്യാരിഡ് അറ്റ് ദി സെറ്റിൽമെന്റ് വാല്യൂസ് അല്ലെ, ദാറ്റ് ഈസ് ദ അൺഡിസ്കൗണ്ടഡ് എമൗണ്ട് ഓഫ് ക്യാഷ് ഓർ ക്യാഷ് ഇക്വിവാലൻസ് എക്സ്പ്രസ്ഡ് ടു ബി പെയ്ഡ് ടു സാറ്റിസ്ഫൈ ദ ലയബിലിറ്റീസ് ഇൻ normal course of the business. Realizable value concept is commonly applied in case of inventory. Realizable value എവിടെ നമ്മൾ അപ്ലൈ ചെയ്യാറ്, ഇൻവെന്ററി. കോസ്റ്റ് ഓർ NRV whichever is lower. Inventories are measured at their other name. Present value എന്ന് പറഞ്ഞാൽ എന്താ, as per present value an asset is carried at the present undiscounted value of the future net cash inflows that the item is expected to generate in the normal course of business. Liabilities are carried at the present discounted value of future net cash outflows that are expected to be required to settle the liabilities in the normal course of business. The concept of present value is common for in case of accounting of investment and loans. Investment ലോണുകളാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രസന്റ് വാല്യൂന്റെ ബേസിസിൽ കാണിക്കുക. That financials of different enterprises become comparable. അപ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുക, കമ്പയർ ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് എത്താം. ഈ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഹാർമണൈസേഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഫോളോഡ് ബൈ ഡിഫറെന്റ് ബിസിനസ് എൻറ്റിറ്റീസ് സോ ദാറ്റ് ദ ഡൈവേഴ്സ് അക്കൗണ്ടിങ് പ്രാക്ടീസ് അഡോപ്റ്റഡ് ഫോർ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് സ്റ്റാൻഡേർഡൈസ്. ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാട്ടോ. അതെല്ലാം കൂടിയിട്ട് ഹാർമണൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഒരുപോലെ ആക്കാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വൈ അക്കൗണ്ടിങ് പോളിസീസ് ആർ ബീങ് സ്റ്റാൻഡർഡൈസ്ഡ്, എലിമിനേറ്റ് ദി നോൺ കമ്പയറബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബൈ ഇംപ്രൂവിംഗ് റിലയബിലിറ്റി. എന്തുകൊണ്ടാണ് അത് ഉണ്ടാക്കണം എന്ന് പറയണേ, ഒരുപോലെ ആക്കണം എന്ന് പറയണേ, കമ്പയറബിലിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഒരുപോലെ ആക്കണം എന്ന് പറയുന്നത്. Provide a set of IAS policies, valuation norms and disclosure requirements. Benefit എന്താ, standardization of alternative accounting treatment requirements for additional disclosure, comparability of financial statements. ഇതൊക്കെയാണ് എന്തിന്റെ ഉപയോഗങ്ങള്, ഇതൊക്കെ ഹാർമണൈസ് ചെയ്തതിന്റെ ഉപയോഗങ്ങള്. ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ഡിഫിക്കൽട്ടീസ് ഇൻ മേക്കിംഗ് ചോയ്സസ് ബിറ്റ്വീൻ ഡിഫറെന്റ് ട്രീറ്റ്മെന്റ്, റെസ്ട്രിക്ഷൻ ആൻഡ് സ്കോപ്പ്. ക്ലിയർ ആണ്. ഇതൊക്കെ വേറെ പാഠങ്ങളാട്ടാ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നുള്ള പാഠങ്ങളാണ്. ക്ലിയർ ആവണ്ടാ. ഞാൻ ഈ പാഠം കഴിഞ്ഞപ്പോ തന്നെ ഇതിലേക്ക് പോയി, അടുത്ത പാഠത്തിലേക്ക് പോയി. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ ഈ പാഠം, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അതാണ് പറയണേ. ഹാർമണൈസേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ പറഞ്ഞു തന്നില്ലേ. പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എടുത്താ പിന്നെ അടുത്ത പാഠം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് തന്നെയല്ലേ. അത് രണ്ടും കൂടി ഒരുമിച്ചു, ഭയങ്കര കുഞ്ഞു ചാപ്റ്റർ അല്ലേ. അപ്പൊ ഹാർമണൈസേഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഫോളോഡ് ബൈ different business entities so that the diverse accounting practice adopted for various aspects of accounting can be standardized. എല്ലാം എന്താക്കാൻ പറ്റും, ഒരുപോലെ ആക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. എന്തിനാണ് അക്കൗണ്ടിങ് പോളിസീസ് ഒക്കെ ഒരുപോലെ ആക്കുന്നത്, ടു എലിമിനേറ്റ് നോൺ കമ്പയറബിലിറ്റി, കമ്പയർ ചെയ്യാൻ പറ്റാതിരിക്കുന്ന സാഹചര്യത്തിനെ ഒഴിവാക്കാൻ. ടു എലിമിനേറ്റ് നോൺ കമ്പയറബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റാൻഡേർഡ് ബൈ ഇംപ്രൂവിംഗ് റിലയബിലിറ്റി. പ്രൊവൈഡ് എ സെറ്റ് ഓഫ് IAS പോളിസീസ്, വാല്യുവേഷൻ നോംസ് ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ്. ഇനി ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് അക്കൗണ്ടിങ്. എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കുറേ സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. ഇങ്ങനെ ലെഫ്റ്റ് പോകണോ റൈറ്റ് പോകണോ എന്നുള്ളൊരു ഡൗട്ട് വരുമ്പോൾ എന്ത് പറയും ഇവര്, ലെഫ്റ്റിൽ കൂടെ തന്നെ പോകാൻ പറയുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്. ഇൻവെന്ററിയുടെ ഒരു കാര്യം വന്നാൽ കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ വിച്ച് ലോവറിലാണ് നിങ്ങൾ എടുക്കേണ്ടത് എന്നൊക്കെ പറയുന്നത് ആരാണ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് നിങ്ങളോട് ഇതൊക്കെ സംസാരിക്കുന്നത്. ഇനി ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ്, പിന്നെ റിക്വയർമെന്റ് ഓഫ് അഡീഷണൽ ഡിസ്ക്ലോഷർ, പിന്നെ കമ്പയറബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ഡിഫിക്കൽട്ടീസ് ഇൻ മേക്കിംഗ് ചോയ്സ് ബിറ്റ്വീൻ ഡിഫറെന്റ് ട്രീറ്റ്മെന്റ്, പിന്നെ റെസ്ട്രിക്റ്റഡ് സ്കോപ്പ്.
Adoption of AIS ensures uniformity, comparability, and qualitative improvement in preparation and presentation of financial statement. എന്താണ് അതിന്റെ ഗുണം എന്നുള്ളതാണ് പറയുന്നത്. അഡോപ്ഷൻ ഓഫ് AIS ensures എന്താണ് അവർ എൻഷുർ ചെയ്യണത്? യൂണിഫോമിറ്റി, കമ്പയറബിലിറ്റി ആൻഡ് ക്വാളിറ്റേറ്റീവ് ഇംപ്രൂവ്മെന്റ് ഇൻ പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ചെയ്യാം നമുക്ക് ചോദ്യങ്ങൾ രണ്ടിന്റെയും. അക്കൗണ്ടിങ് ആസ് എ മെഷർമെന്റ് ഡിസിപ്ലിൻ വാല്യൂഷൻ പ്രിൻസിപ്പിൾസിന്റെ പാഠത്തെ എസ്റ്റിമേറ്റിന്റെ പാഠം. മാക്സിന്റെ പ്രസന്റ് വാല്യൂവിന്റെ ഒരു ടേബിൾ ഒരു ഇതിൽ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും ഇല്ല. അത് 1,00,000 വെച്ചിട്ട് പലപ്പോൾ കിട്ടുന്നത് ഇന്ന് എത്ര രൂപയാണെന്നാണ് ചോദിക്കണേ. ഇയാളുടെ ആഗ്രഹം എന്താ? 20% നിഹാലിനേക്കാളും കുറവാണ് ആൾക്ക് ആഗ്രഹമുള്ളൂ. നിഹാലിന് 50% മേലെ ആഗ്രഹം ഉണ്ടായിരുന്നു. 1,50 കൊടുക്കാൻ സമ്മതിച്ചില്ല. വിശ്വാസം ഇല്ലാത്തണ്ടാവില്ലേ? തരില്ല എന്ന് വിചാരിച്ചിട്ടാവും. എന്ത് ചെയ്താലും 1,50,000 രൂപ ആക്കാൻ പറ്റില്ലല്ലോ. കള്ളനോട്ട് അടിക്കാനൊക്കെ കൊടുത്താൽ പറ്റും. ലീഗലായിട്ട് പറ്റായിരിക്കുന്നില്ല. വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു കൊല്ലം കൊണ്ട് അങ്ങനെയാണെങ്കിൽ 1,000 രൂപ എന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം 1,500 ഒക്കെ പറ്റുമോ? എന്തൊക്കെ ചെയ്യാം? അടുത്ത കൊല്ലം എനിക്ക് 1,500 ആയിട്ട് 1,00,000 1,50,000 അത് ഞാൻ തരും, സുഖം തരും, ഉറപ്പരും തരും. ഒരു കൊല്ലം കൊണ്ടല്ലേ ഞാൻ തരും. ഇല്ലീഗലല്ലേ, ലീഗലായിട്ട് കറക്റ്റ് കാണിച്ചു കൊടുക്കുക. എങ്ങനെ ഉണ്ടാക്കിയ വഴികളെ ഞാൻ കാണിച്ചു കൊടുക്കും. ഞാൻ സുഖം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നീ 1,00,000 10 കൊല്ലം കൊണ്ട് എത്ര രൂപയാക്കും അറിയോ? എത്രയാക്കും? 58 ലക്ഷം. 58 ലക്ഷം, 1 ലക്ഷം. 10 കൊല്ലം കൊണ്ട്. 20 കൊല്ലം കൊണ്ട് നീ എത്രയാക്കും അറിയോ? 33,25,00,000 ആക്കും. ഇങ്ങനെ കഴിവുണ്ടെങ്കിൽ കാര്യമാണ് പറഞ്ഞത്. 20 കൊല്ലം കൊണ്ട് നിന്റെ 1,00,000 രൂപ നീ 33 കോടി ആക്കും. അല്ല, ഒരു കൊല്ലം കൊണ്ടല്ല, സോറി, 20 കൊല്ലം കൊണ്ട്. 30 കൊല്ലാക്കാണെങ്കിൽ കൂടി പറഞ്ഞു. പക്ഷേ ഈ ഒരു കൊല്ലം ഞാൻ ഗ്യാരണ്ടി. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് 30 കൊല്ലം 191 കോടിയാക്കും നീ 30 കൊല്ലം കൊണ്ട്. അത് പറ്റുമോ? അത് പറ്റില്ല. പറ്റൂലെന്നല്ല. 1,00,000 1,50,000 ആക്കാൻ പറ്റുന്ന ആൾക്ക് 1,00,000 രൂപ 30 കൊല്ലം കൊണ്ട് എത്രയാക്കാൻ പറ്റും? 191.25 കോടിയാക്കാം. ഒരു മാസം, ഈ ഒരു കൊല്ലത്തിന് ഗ്യാരണ്ടി ആണ്. ശരി, അപ്പൊ അടുത്ത കൊല്ലം ഞാൻ നിനക്ക് വീണ്ടും 1,50,000 തരാം. അത് നീ വീണ്ടും അവസ്ഥ നോക്കിയിട്ട് ഞാൻ ഓക്കെ പറയുള്ളൂ. ഇപ്പൊ ഞാൻ പറയില്ല ഒരിക്കലും. എന്തായാലും പരീക്ഷ കേട്ടെ. ഇതിലൊക്കെ കഴിയണമെങ്കിൽ എന്തിനാ ജയിക്കൊന്നിരിക്കണം? നിനക്ക് അത് ചെയ്താൽ പോലെ. 1,00,000 രൂപ ഉണ്ടെങ്കിൽ നീ 1,50,000 ആക്കും. നോക്കട്ടെ, ശരിയാക്കി തരാം. ലീഗലായിട്ട് ഞാൻ കറക്റ്റ് എന്തൊക്കെ കാണിച്ചു തരും. ഒരു കൊല്ലം സുഖമായിട്ട് നിനക്ക് ലാഭമൊന്നും വേണ്ടേ? ലാഭം ഉണ്ട് എനിക്ക്. എന്നിട്ടും ലാഭം ഉണ്ടാവും. ഒരു 1,500 കിട്ടിയാ പോലെ നിങ്ങൾക്ക്. 1,50,000 തന്നെ തിരിച്ചറിയട്ടോ. 1,500 രൂപ. അല്ലല്ല, എനിക്ക് 1,00,000 വന്നു കഴിഞ്ഞാ ഞാൻ ഒരു കൊല്ലം കൊണ്ട് 1,50,000 തിരിച്ചു തരും. അത് എനിക്ക് ലാഭം ഉണ്ടോ ചോദിച്ചേ? ലാഭമുണ്ട്. ഞാൻ നിർത്താം. ഞാൻ നിനക്കൊരു 50,000 തരാം. ഞാൻ നിനക്കൊരു 50,000 രൂപ തരാം. നീ 75 ലക്ഷം ആക്കി തരില്ലേ? അപ്പൊ പിന്നെ ഒരു കൊല്ലം കൊണ്ട് അല്ലേ? ചിന്തിക്കണം. ചെലവാക്കി ഞാൻ മൊത്തം കൊടുക്കണം. അപ്പൊ അതെ, ഈ 1,00,000 ആണ് ഇവന്മാര് എന്താക്കണേ? കുറച്ച് പ്രസന്റ് വാല്യൂ ഇട്ട് കൂട്ടി എല്ലാം കൂട്ടി എത്രയും ഇതിന്റെ ടോട്ടലാണെന്ന് 4,19,246. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി. ഇപ്പൊ അസറ്റിന്റെ വാല്യൂ എത്രയാണ്? 7 ലക്ഷം, 25 ലക്ഷം. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് 7 ലക്ഷം. ഇപ്പോഴത്തെ വില എന്താണ്?
കറണ്ട് കോസ്റ്റ് 25 ലക്ഷം, റിയലൈസബിൾ വാല്യൂ വിറ്റ് കഴിഞ്ഞ് 20 ലക്ഷം, പിന്നെ പ്രസന്റ് വാല്യൂ 4,19,000. ഏതൊക്കെയാണ് വിലകൾ മനസ്സിലായില്ലേ? മേടിച്ച വിലയാണെന്ത്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. കറണ്ട് കോസ്റ്റ് എന്താ? ഇപ്പോഴത്തെ വിലയല്ല, ഇപ്പൊ മാർക്കറ്റിലുള്ള വില. മാർക്കറ്റിലുള്ള റിയലൈസബിൾ വാല്യൂ നമ്മുടെ കയ്യിലുള്ള അസറ്റ് പോയി വിറ്റാൽ കിട്ടുന്ന വില. പ്രസന്റ് വാല്യൂ എന്താ? അതുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ എന്താ കാശ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിന്റെ പ്രസന്റ് വാല്യൂ ആണത്. എന്ത്? പ്രസന്റ് വാല്യൂ. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ തന്നെ ലയബിലിറ്റി വെച്ചിട്ടും പറയാം. എങ്ങനെ ലയബിലിറ്റി വെച്ചിട്ട് പറയാം? നമ്മൾ ലോൺ എടുത്തത് 5 ലക്ഷം, കറണ്ട് കോസ്റ്റ്. ഇപ്പൊ അങ്ങനെ ഒരു ലോൺ എടുക്കണമെങ്കിൽ ചെലവിനാണ് എന്ത് പറയുന്നത്? കറണ്ട് കോസ്റ്റ് പറയുന്നത്. റിയലൈസബിൾ വാല്യൂ ഇപ്പൊ നമ്മൾ അടച്ച അവസാനിപ്പിക്കുകയാണെങ്കിൽ എത്ര അടയ്ക്കണം? 5 ലക്ഷം. പ്രസന്റ് വാല്യൂ ഇപ്പോ ഈ ബാധ്യത 5 ലക്ഷം കുറച്ച് നാളായിട്ട് നമ്മൾ അടയ്ക്കേണ്ടി വരിക. അത് ഇപ്പൊ അടച്ച അവസാനിപ്പിക്കുകയാണെങ്കിൽ അത് 4,70,000 തുല്യമാണ് ആവണല്ലോ എന്ന് പറയുന്നതാണ് എന്ത്? പ്രസന്റ് വാല്യൂ. ക്ലിയർ അല്ലേ? There are 4 generally accepted accounting bases. Historical cost സത്യം, കറണ്ട് കോസ്റ്റ് അതും സത്യം, റിയലൈസബിൾ വാല്യൂ സത്യം, ഫ്യൂച്ചർ വാല്യൂ തെറ്റ്, പ്രസന്റ് വാല്യൂ ആണ്. അപ്പോ ഫോൾസ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മീൻസ് പ്രൈസ് പെയ്ഡ് അറ്റ് ടൈം ഓഫ് അക്വിസിഷൻ. സത്യം. ആസ് പെർ ഫ്യൂച്ചർ വാല്യൂ അസറ്റ്സ് പ്രസന്റ് വാല്യൂ ആയിരിക്കും. വായിക്കേണ്ട കാര്യം തന്നെയില്ല. അസറ്റ്സ് ആർ കാരിഡ് അറ്റ് ദ എമൗണ്ട് ഓഫ് ക്യാഷ് ഓർ ക്യാഷ് ഇക്വലൻസ് ദാറ്റ് കുഡ് ബി currently be obtained by selling the assets. അതുമല്ല, എന്താ ഒക്കെ തെറ്റിച്ചേക്കാം. ഇതിനെങ്ങനെ ചെയ്യാം? ഫ്യൂച്ചർ വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഒഴിവാക്കിയിട്ട് പ്രസന്റ് വാല്യൂ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എന്താണ് പ്രസന്റ് വാല്യൂ എന്ന് പറയാൻ പറ്റും? ഫ്യൂച്ചറിൽ ക്യാഷിന്റെ ഇന്നത്തെ ഇക്വാലന്റ് ആണെന്ന് പറയാൻ പറ്റും. ഈ സെല്ലിംഗ് ആൻഡ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇൻ ഡിസ്പോസിബിൾ ഓർഡർലി ഡിസ്പോസൽ എന്ന് പറയുന്നത് എന്ത് വാല്യൂ ആണ്? വെരി ഗുഡ്, റിയലൈസബിൾ വാല്യൂ ആണത് അല്ലേ? ഇതെന്താ? ഫോൾസ് അല്ലേ? ട്രൂ അല്ലേ? അടുത്തത്, at present value liabilities are carried at the value of future net cash outflows that are expected to be required to settle the liabilities in the normal course of business. Present value എന്താ പറയണേ? ലയബിലിറ്റി എന്ത് ചെയ്യണമെന്ന് പറയണേ? Liabilities are carried out at the value of future net cash outflows that are expected to be required to settle the liabilities in the normal course of business. സത്യാണ് അല്ലേ? ഇനി ABC, അപ്പോൾ ട്രൂ. ABC purchased machinery amounting to 10 ലക്ഷം. On 31st March, similar machinery could be purchased for 20 ലക്ഷം. Historical cost of machinery എത്രയാണ്? 20 ലക്ഷമാണ്. അപ്പൊ ഇതില് എന്ത് ചോദ്യം എന്താ? മെഷീനറി മേടിച്ചത് എത്രയ്ക്കാ? 10 ലക്ഷത്തിനാണ്. സിമിലർ മെഷീനറി കുഡ് ബി പർച്ചേസ് ഫോർ 20 ലക്ഷം. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് 10 ലക്ഷം അല്ലടാ. അതെങ്ങനെ ട്രൂ പറയണേ? 10 ലക്ഷം. ആ, അതെന്താ? 31st March 2022 ആണ്. ഓൾസല്ലേ ഉത്തരം? 10 ലക്ഷം അല്ലേ ഇത്? ഇനി ABC purchased machinery amounting 10 ലക്ഷം. On 1st April 2001, 31st March 2022, similar machinery could be purchased for 20 ലക്ഷം. Current cost of machinery is 20 ലക്ഷം. True. Change in accounting estimate has to be given retrospective effect. False. എന്താ? പ്രോസ്പെക്റ്റീവ് എഫക്റ്റ് ആണ് കൊടുക്കുന്നത്. ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി ആണെങ്കിൽ എന്ത് കൊടുക്കും? റെട്രോസ്പെക്റ്റീവ്. അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആണെങ്കിലോ പ്രോസ്പെക്റ്റീവ്. തെറ്റിക്കരുതേ. പ്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഭാവിയിൽ ഇനി എങ്ങനെ ശരിയാക്കിയാൽ മതി. റെട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? മുമ്പത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കണം. അതിനാണ് എന്ത്? റെട്രോസ്പെക്റ്റീവ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ഹാസ് ടു ബി ഗിവൺ. മെഷർമെന്റ് ഡിസിപ്ലിൻ ഡീൽസ് വിത്ത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് events, selection of scale. ശരിയല്ലേ? രണ്ടും ശരിയല്ലേ? All of the following are valuation principles except historically future. Book value of machinery is 10 ലക്ഷം. Market value of the machine is sold is 15 ലക്ഷം. ഇതെന്താ? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അല്ലേ? മാർക്കറ്റ് വാല്യൂ എന്താ? ഇത് ഈ സോൾഡ് എന്നാണ് പറയണേ. ഇപ്പൊ കയ്യിലുള്ളത് വിറ്റ് കഴിഞ്ഞാൽ അപ്പൊ ഇതെന്താ? റിയലൈസബിൾ വാല്യൂ. 31st March the company's value of machinery 11 ലക്ഷം. Which of the following valuation principle is followed? Historical cost അല്ലേ? അയ്യോ, സോറി 11 ലക്ഷം എന്തായിരുന്നു? റിയലൈസബിൾ വാല്യൂ അല്ലേ? സോറി ട്ടാ, ശ്രദ്ധിക്കണമെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ചെയ്തതാന്ന് പറയുന്നില്ല, ഞാൻ തെറ്റിപ്പോയി. മോഹൻ പർച്ചേസ് മെഷീനറി എമൗണ്ട് 10 ലക്ഷം. 1st April 2001. On 31st March 2022, സിമിലർ മെഷീനറി കുഡ് ബി പർച്ചേസ്ഡ് ഫോർ 20 ലക്ഷം. പർച്ചേസ് എത്രയ്ക്കായിരുന്നു? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്
20 ലക്ഷം വീണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ കറണ്ട് കോസ്റ്റ് ബട്ട് ദ റിയലൈസബിൾ വാല്യൂ ഓഫ് ദ മെഷീനറി പർച്ചേസ് ഓൺ എസ്റ്റിമേറ്റഡ് ടു ബി 15 ലക്ഷം. അപ്പൊ ഇതെന്താ റിയലൈസബിൾ വാല്യൂ ദ പ്രസന്റ് ഡിസ്കൗണ്ടഡ് വാല്യൂ ഓഫ് ദ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ഇത് എത്രയാ 12 ലക്ഷം. ഇതെന്താ പ്രസന്റ് വാല്യൂ. കറണ്ട് കോസ്റ്റ് എത്രയാ 20 ലക്ഷം. പ്രസന്റ് വാല്യൂ എത്രയാ 12 ലക്ഷം. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എത്രയാ 10 ലക്ഷം. റിയലൈസബിൾ വാല്യൂ എത്രയാ 15 ലക്ഷം. മെഷർമെന്റ് എന്താണ്, അതിന്റെ കാര്യങ്ങൾ എന്താണ്, ഓൾട്ടർനേറ്റീവ് മെഷർമെന്റ് ബേസിസ് എന്തൊക്കെയാണ്. ഒരു മിനിറ്റ്, ഉത്തരങ്ങളെല്ലാം കറക്റ്റ് അല്ലേ നോക്കട്ടെ. ആദ്യം ഇതെന്താ ഫോൾസ് പ്രസന്റ് വാല്യൂ കറക്റ്റ്, പിന്നെ ട്രൂ ഫോൾസ് 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 ട്രൂ ഫോൾസ്. 4 ഫോൾസ് അല്ല. Liabilities are carried at the present discounted value of the future net cash outflows that are expected to be required to settle the liabilities in the normal course of business. ഇതിലെന്താ എഴുതിയിരിക്കണേ? Liabilities carry present discounted value. Future അല്ല present ആണ്. At the present value, liabilities are carried at the value of future net cash outflows that are expected to be settled the liabilities in the normal course of business. എന്ത് വ്യത്യാസം? Question അല്ല present value okay present discounted. നിങ്ങളൊന്ന് വായിച്ചേക്ക് എടുത്തേ. Present discounted future value. At the present value. But liability carried at അയ്യടാ. present discounted value. At the present value, liability At present value of future net cash flow that expected to require settlement, the liabilities normal course of business. അയ്യോ, ഇത് എവിടെ തെറ്റിപ്പോ? ഇത് മനസ്സിലാക്കി നമ്മളിത് ഇവിടെ വായിച്ചപ്പോ വായിച്ചത് ഫ്യൂച്ചർ നെറ്റ് ക്യാഷ് ഔട്ട് ഫ്ലോ അങ്ങനെ വായിച്ചത്. സോറി ഒരു മിനിറ്റ്. അതായത് ഞാനത് പറഞ്ഞത് തെറ്റിപ്പോയി. അതായത് ഞാൻ പ്രസന്റ് വാല്യൂന്റെ ലയബിലിറ്റിയുടെ കാര്യം വായിച്ചിട്ട് പിന്നെ വായിച്ചു പോയിരുന്നു. എവിടെ മിസ്റ്റേക്ക് ഒന്നും മനസ്സിലായ? ഫ്യൂച്ചർ നെറ്റ് ക്യാഷ് ഔട്ട് ഫ്ലോ തന്നെയാണല്ലോ അതിൽ പോവാ. അതുമ്മ ഫോക്കസ് കൊടുത്തു. പക്ഷെ ഇവര് ഇതില് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എക്സ്പെക്ട് ടു ബി റിക്വയർഡ് ടു സെറ്റിൽ ദ ലയബിലിറ്റീസ് ഇൻ ദ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. നമ്മൾ ഈ സെറ്റിൽമെന്റ് നടത്തുന്ന വാല്യൂ ഏതാണ്? റിയലൈസബിൾ വാല്യൂ അല്ലേ? അപ്പൊ ഇതെന്താ ക്വസ്റ്റ്യനിൽ ഇവിടെ എന്താ ഇടേണ്ടത്? റിയലൈസബിൾ ആണ് ഇടേണ്ടത്. സംഭവം തെറ്റിപ്പോയി. എന്തായിരുന്നു ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? ഇതിന്റെ ഉത്തരം എന്താ? ഫോൾസ് അല്ലേ? പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് ലയബിലിറ്റിയുടെ പ്രസന്റ് വാല്യൂരും ഫ്യൂച്ചർ നെറ്റ് ക്യാഷ് ഫ്ലോ ഔട്ട്ഫ്ലോസ് ഒക്കെ ഉണ്ടാവും. അതിന്റെ ഇന്നത്തെ വില എത്രയാണെന്നുള്ളത് വരും. പക്ഷെ ബാക്കി സെന്റൻസസ് എന്ത് ചെയ്തില്ല? ശ്രദ്ധിച്ചില്ല. റിക്വയർഡ് ടു സെറ്റിൽ ദ ലയബിലിറ്റീസ് ഇൻ ദ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് എന്നുള്ളതാണ് അവർ ചോദിച്ചേക്കണത്. അതൊക്കെ അതിന്റെ എന്താ? റിയലൈസബിൾ വാല്യൂ ആണ്. ഇനി ഏതാ പറഞ്ഞത്? ഒരു മിനിറ്റ്. 4th ഫോൾസ്, പിന്നെ 5th ഫോൾസ്, 6 ട്രൂ, 7 ഫോൾസ്, പിന്നെ 1 2 3 സി, പിന്നെ ബി സി എ സി. ശരിയല്ലേ? കഴിഞ്ഞില്ലേ? മെഷർമെന്റ് ഡിസ്പ്ലിംഗ് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ലേ? ഈ എസുകളുടെ പേര് വെറുതെ തമാശക്ക് തന്നേക്കാന്നവരോട് എഴുതിച്ചില്ല. നിങ്ങൾക്ക് പേടിക്കണ്ട. നിങ്ങൾക്ക് അക്കൗണ്ട്സ് ഇതിലിപ്പോ ഉള്ളതില് തിയറി പാടുള്ളതില് 7 യൂണിറ്റ് ഉള്ളതില് 1 യൂണിറ്റ് ആണ് എന്ത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ഇൻഡേഴ്സും. അതിന്റെ പേര് ഇന്റർ ലെവലിലുള്ള അക്കൗണ്ട്സ് മുഴുവനാണ് എസ്. ഫൈനൽ ലെവലിലുള്ള അക്കൗണ്ട്സ് മുഴുവനാണ് അതിന് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പറയുന്നത് ഇൻഡേഴ്സ്. അപ്പൊ നിങ്ങൾ ഇത്ര ഉള്ളൂന്ന് വിചാരിക്കണ്ട. ഇതാണ് നിങ്ങളുടെ ജീവിതം ഇനി ആവുമ്പോൾ. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഒക്കെ വായിച്ചില്ലേ നമ്മള്? ലിമിറ്റേഷൻസ് ഒക്കെ വായിച്ചില്ലേ? ഇതിനെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കണത് എങ്ങനെയാന്നൊക്കെയാണ് പറയണത്. അപ്ലിക്കബിലിറ്റി ഒക്കെ ഫൈനൽ ലെവലിൽ പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിന് ഇവിടെ വലിയ റെലവൻസ് ഇല്ല. കാരണം ഇതിന്റെ ലിസ്റ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇത്രയും സ്റ്റാൻഡേർഡ്സ് ഉണ്ട് പഠിക്കാൻ. പക്ഷെ ഇവിടെ എന്താ ചെയ്തേക്കണേ? നോട്ട് ദ ലിസ്റ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഗിവൺ അബൌട്ട് ഡസ് നോട്ട് ഫോം പാർട്ട് ഓഫ് യുവർ സിലബസ്. ഇറ്റ് ഹാസ് ബീൻ ഗിവൺ ഫോർ നോളജ് ഓഫ് ദി സ്റ്റുഡൻസ്. വെറുതെ തമാശക്ക്. ഇൻഡേഴ്സ് അവിടെയും കൊടുത്തിട്ടുണ്ട്. യമകണ്ടൻ ലിസ്റ്റ്. ഇതാണ് ഫൈനലിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. തൊട്ടപ്പുറത്ത് ലിസ്റ്റ് ഓഫ് ഇൻഡേഴ്സ് ആണ് ഓഗസ്റ്റ് 1 2024. ഇത് നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഭാഗ്യം. ഇതാണ് ഫൈനലിലുള്ളത്. ഇതും നിങ്ങൾക്ക് എന്തില്ല?
റെലവെന്റ് അല്ല. റെലവെന്റ് എഴുതിയിട്ട് പോലും ഇല്ല കേട്ടോ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോർ ലോക്കൽ ബോഡീസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഇത് നിങ്ങൾ എവിടെ പഠിക്കാന്ന് അറിയോ? എവിടെ പഠിക്കുന്നു എനിക്കറിയില്ല, ഞങ്ങൾക്ക് പഠിക്കാനില്ല ഇതുവരെ. അക്കൗണ്ടിങ് ഫോർ സ്റ്റാൻഡേർഡ്സ് ഫോർ ലോക്കൽ ബോഡീസ്. അത് ഇതിൽ നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങൾ തന്നെയാണ് അവിടെയും പഠിക്കണേ. ഓക്കെ, true or false? Accounting standards are written policy or documents issued by the expert accounting body or by the government or other regulatory body covering the aspects of recognition, measurement, presentation, disclosure of accounting transactions in the financial statements. True. Yes. Accounting standards can override statute. നിയമത്തിനൊക്കെ വലിയൊരു ഹെൽമെറ്റ് വെക്കേണ്ടി പോവാൻ ഹെൽമെറ്റ് വെക്കേണ്ടി പോകാൻ പറ്റുമോ? പറ്റില്ല. സ്റ്റാറ്റ്യൂട്ടിനെ ഓവർറൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. Difficulties in making choice between different treatments is one of the benefits of accounting standard. Difficulty അത് ലിമിറ്റേഷൻ അല്ലേ പറയാ? False. Requirements of additional disclosure is a limitation of accounting standard ആണോ? അല്ലല്ലോ, ബെനിഫിറ്റ് അല്ലേ? ട്രൂ അല്ലല്ലോ, false അല്ലേ? ASB അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ്, അത് വായിക്കാൻ കേട്ടോ, അത് വായിച്ചത് നിങ്ങൾക്ക് തലതിരിക്കും. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് എന്നാണ് അതിന്റെ പേര്. ഇതിലെന്താ എഴുതിയിരിക്കുന്നത്? അക്കൗണ്ടിങ് സ്റ്റാൻഡർഡൈസേഷൻ ബെഞ്ച് മാർക്ക്. There are no limitation. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ലിമിറ്റേഷൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് for non-corporate entities in India are issued by ആരാ? Institute of Chartered Accountants of India. അത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടത്? ആണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് harmonize accounting policies, eliminate the non-comparability of financial statements, both the above. എന്താ ചെയ്യത്? രണ്ടും ചെയ്യില്ലേ? It is essential to standardize the accounting principles and policies in order to ensure transparency, consistency, both of the above. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് പറയാം. അഡ്വാൻറ്റേജ് നിങ്ങൾ ആ ഉത്തരങ്ങളെന്ന് പറഞ്ഞ ട്രൂ, ഫോൾസ്, ഫോൾസ്, ഫോൾസ്. ആദ്യം ട്രൂ, പിന്നെ എല്ലാം ഫോൾസ്. ശരിയല്ലേ? 3 ഓപ്ഷൻ സി ആണോ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ എന്താ? സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ഓർ ബ്രോഡ് ഗൈഡ്ലൈൻസ് regarding the principles of methods to be chosen out of several alternatives. The main objective of accounting standards is to establish standards which have to be complied with to ensure the financials are prepared in accordance with the GAAP. Accounting standards seeks to suggest rules and criteria of accounting measurement. The standards harmonize the diverse accounting policies and practices to present use in India. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാലോ, ചിലപ്പോൾ ഇതാവും ചോദിക്കാൻ ചാൻസ്. എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ള കാര്യം ചോദിക്കാം. മെയിനായിട്ട് വേറെ ഒന്നും പ്രത്യേകിച്ച് ചോദിക്കാനില്ലേ. മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് സെറ്റിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് is the adoption and application of accounting standards ensure uniformity, comparability, qualitative improvement in the preparation and presentation of financial statements. Other advantages എന്തൊക്കെയാണ്? Reduction in variations, disclosure beyond that required by law, and facilitates comparison. കഴിഞ്ഞില്ലേ? അപ്പോൾ മൊത്തം നമ്മുടെ കഴിഞ്ഞിട്ടാ ബ്രേക്ക് എടുത്തോട്ടോ.